അപ്പോൾ ഇന്നത്തെ ആറാമത്തെ സെഷനിലേക്ക് ബുദ്ധിസ്റ്റ് ഇന്റർനാഷണൽ നെറ്റ്വർക്കിന്റെ ആറാമത്തെ സെഷനിലേക്ക് വന്ന എല്ലാവരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അജിത് കുമാർ സാറിനെയും ഈ സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം എല്ലാ മതങ്ങളും മരിച്ചു കഴിഞ്ഞിട്ടുള്ള സുഖത്തെ പറ്റിയാണ് പറയുന്നത്. എല്ലാ മതങ്ങളും നമ്മൾ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ ബൗദ്ധര് അല്ലെങ്കിൽ ബുദ്ധൻ ഇഹലോകത്ത്, അതായത് ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാണുന്ന ടാഞ്ചിബിൾ ആയിട്ടുള്ള ഈ ലോകത്ത് എങ്ങനെ സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളതിലാണ് കൃത്യമായിട്ട് 7 വർഷത്തോളം റിസർച്ച് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. ഞാൻ അജിത് കുമാർ സാറിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കാൻ. അപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. നമ്മളിന്ന് നമ്മുടെ ബൗദ്ധവും ധമ്മവും എന്ന് പറയുന്ന ആ പരമ്പരയുടെ 6ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗം വരെയുള്ള ഇതിനകത്ത് നമ്മൾ നമ്മുടെ അഷ്ടാംഗ മാർഗത്തിന്റെ ഒടുവിലുള്ള കാര്യം വരെ പറഞ്ഞു. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞു. എന്തായാലും ഞാനത് വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് ചില കൺസെപ്റ്റുകളെ കൂടി, അതായത് മരണത്തിന് ശേഷമുള്ള അവസ്ഥ, ജന്മം, പുനർജന്മം തുടങ്ങിയ ചില കൺസെപ്റ്റുകളും കൂടി നമ്മൾ ഒന്ന് ക്ലിയർ ആക്കേണ്ടതുണ്ട്. അതും കൂടെ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം, ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം ഇതാണ്. നമുക്ക് അസ്വസ്ഥത എന്ന് പറയുന്നത് മനസ്സുള്ളത് കൊണ്ട് നമുക്ക് അസ്വസ്ഥത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ അസ്വസ്ഥതയെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം എന്നുള്ളതിന് നമ്മൾ പല വഴികൾ തേടാറുണ്ട് മനുഷ്യൻ. ഈ അസ്വസ്ഥത പല സമയത്ത് പല രീതിയിലായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അത് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വല്ലാതെ പരിഭ്രാന്തരാവുകയും നമുക്ക് അതിനെ എങ്ങനെ നേരിടണമെന്ന് അറിയാൻ മേലാത്തത് കൊണ്ട് അത്തരം സിറ്റുവേഷൻസ് വന്നാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് നമ്മൾ പല വഴികൾ പല രീതിയിൽ ചിന്തിച്ച് പലരും വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് മറ്റു മതങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ബൗദ്ധർ ചെയ്യുന്നത്. ബൗദ്ധർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുന്നു, എങ്ങനെയാണ് അസ്വസ്ഥത ഉണ്ടാവുന്നതെന്ന് പഠിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കിയ ആ അറിവ് വെച്ചിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കുന്നു. അപ്പൊ നമ്മൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തേക്ക് നമ്മുടെ അറ്റൻഷനെ നമ്മൾ തിരിച്ചു വെക്കുന്നു. എന്നിട്ട് ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ എന്താ പറയാ, പുറത്തേക്കുള്ള നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ചിന്തയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറച്ചൊന്നും നമ്മളൊന്ന് ഒതുക്കിയിട്ട് നമ്മൾ സബ് കോൺഷ്യസിലേക്ക് നമ്മൾ സ്വയം ഇറങ്ങും. നമ്മുടെ മനസ്സപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സബ് കോൺഷ്യസ് പ്രവർത്തനങ്ങളിലേക്ക് മാറും. കാരണം കോൺഷ്യസ് പ്രവർത്തനങ്ങൾ ഒതുങ്ങി കഴിയുമ്പോൾ സബ് കോൺഷ്യസിന്റെ പ്രവർത്തനങ്ങളിലേക്ക് മനസ്സ് അതൊക്കെ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ മാറി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന സംവേദനകളുടെ ഒരു ലോകമാണ്. ശരീരത്തിന്റെ പല ഭാഗത്തും സംവേദനകൾ ഏറെയും കുറഞ്ഞും മാറിയും മറിഞ്ഞും വന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ നിമിഷവും. അപ്പൊ ഓരോ ചിന്തകൾ വരുന്നു, ഓരോ തോന്നലുകൾ വരുന്നു, ഓരോ കാര്യങ്ങൾ അറിയുന്നു. ഇതിനനുസരിച്ചൊക്കെ ശരീരത്തിൽ പല രീതിയിൽ സംവേദനകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ സംവേദനകൾ നമ്മൾ കൃത്യമായിട്ട് അറിയുന്നത് നമ്മൾ ഈ സബ് കോൺഷ്യസിലേക്ക് ഇറങ്ങുമ്പോഴാണ്. അല്ലാത്ത സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മളത് അറിയാറില്ല. നമ്മൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് പലതിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ ഉള്ളിൽ ഈ സംവേദനകൾ നടക്കുന്ന നമ്മൾ അറിയാറില്ല. അപ്പോൾ നമ്മളെ ഇത് അറിയാത്തത് കൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഈ സംവേദനകൾക്കെതിരായിട്ട് നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും മണക്കുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ചിന്തിക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കുന്നതിന്റെ കാരണം ഈ സംവേദനകളാണ്. സംവേദനകൾക്കനുസരിച്ചാണ് നമ്മുടെ ഈ പ്രതികരണങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത് നമ്മൾ തിരിച്ചറിയും. കാര്യം നമ്മൾ ഉള്ളിലേക്ക് നോക്കി നമ്മളെ നിരീക്ഷിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാവും, ഈ സംവേദനകൾ മുഖാന്തരമാണ് ഞാൻ ഇഷ്ടവും അനിഷ്ടവും കാണിച്ച് ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നു. അപ്പൊ എന്റെ പ്രതികരണത്തിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഈ സംവേദനകളോടുള്ള എന്റെ പ്രതികരണമാണ്. അതാണ് എന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ഈ സംവേദനകളെ നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അത് തനിയെ വന്ന് അതിന്റെ പ്രകമ്പനം കൂടി പിന്നെ അവസാനം അത് തനിയെ സബ്സൈഡ് ആയി പോകുന്നു. നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളും പൂർണ്ണമായിട്ട് നമ്മളെന്ന് പറയുന്ന വ്യക്തി നമ്മുടെ സംവേദനകളും എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്, എപ്പോഴൊന്നും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ നമുക്ക് കൂടുതലായിട്ടുള്ള അറിവുകൾ നമ്മളെ പറ്റി കിട്ടുകയും ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സംവേദനങ്ങളെ നിരീക്ഷിച്ച് നമ്മൾ
ആ പ്രതികരിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് മാറി മാറി മനസ്സിനെ ചലിക്കാതെ, അതായത് മനസ്സിനെ ഇങ്ങനെ കിടന്ന് വേവലാതിപ്പെടാതെ ആടി ഒലയാതെ സ്റ്റേബിൾ ആക്കി നിർത്താൻ നമ്മൾ പഠിക്കും. അങ്ങനെയാണ് നമ്മൾ നമ്മളെ ശുദ്ധീകരിക്കുന്നത്. നമ്മുടെ അപ്പോൾ ഈ പ്രതികരിക്കുന്ന ശീലങ്ങളെ ഒന്നൊന്നായിട്ട് നമ്മൾ മാറ്റി മനസ്സിനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന, അതായത് ഏത് സംവേദനകൾ മാറി മറിഞ്ഞ് വന്നാലും അതിനോട് ഇഷ്ടവും അനിഷ്ടവും കാണിക്കാതെ അതിനെ നിരീക്ഷിച്ച് അതിനെ അടക്കി നിർത്തുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മുക്തനാവുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ ശീലിപ്പിക്കും. ഇതാണ് ഇതിന്റെ ചുരുക്കം. ഈ നമ്മൾ പഠിക്കുന്നതിന്റെ അഷ്ടാംഗ മാർഗത്തിന്റെ ചുരുക്കം അതാണ്. അപ്പൊ അത് കാലക്രമത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായ നല്ല ഒരു പ്രാക്ടീസ് അതിൽ കിട്ടുകയും ചെയ്യും. പിന്നെ എപ്പം എത്ര സംവേദനകൾ വരുമ്പോഴും നമുക്കത് അറിയാനും പറ്റും. നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്കത് അറിയാൻ പറ്റും. അത് വരുമ്പോൾ തന്നെ നമുക്ക് അതിനെ നമുക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് നമ്മൾ സ്വയം പഠിക്കുകയും ചെയ്യും. നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ സ്വയം പഠിക്കും. അതാണ് നമ്മുടെ അഷ്ടാംഗ മാർഗത്തിന്റെയും ബൗദ്ധ ദർശനത്തിന്റെയും കാതലായിട്ടുള്ള പ്രാക്ടീസ്. ഇതേ സമയം മറ്റ് മതങ്ങൾ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഓരോന്നും. അവര് അസ്വസ്ഥ വരുമ്പം ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെ വിളിക്കുക, പ്രാർത്ഥിക്കുക. കാര്യം ഈ ഉള്ളിലേക്ക് നോക്കാൻ പഠിച്ചിട്ടില്ല. പിന്നെ ആ കൂടെ ഉള്ളത് ഏതെങ്കിലും ഒരു രക്ഷകനെ വിളിക്കുക, അല്ലെങ്കിൽ രക്ഷകയെ വിളിക്കുക, ദൈവത്തെ വിളിക്കുക, ഒരു ശക്തിയെ വിളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ കൂടി ശീലിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ ഭക്തി എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടാക്കുന്നു. അവരെങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ, എന്നെ കാത്തോണേ, എനിക്ക് അസ്വസ്ഥത വരാതെ നോക്കിക്കോണേ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സ്വയം നമ്മളങ്ങ് പ്രാർത്ഥിക്കുക. പക്ഷെ നമുക്ക് വരേണ്ട കാര്യങ്ങൾ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ നല്ലത് വരും, ചിലപ്പോൾ ചീത്ത വരും. അത് ഈ പറയുന്ന പോലെ നമ്മൾ സങ്കല്പിച്ചാലും സങ്കല്പിച്ചില്ലെങ്കിലും വരും. പിന്നെ ദൈവസങ്കല്പം നമ്മൾ വെക്കുമ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ചിന്തകളെ മാറ്റി മറ്റൊരു ചിന്തയിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് അറ്റൻഷനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഒരു ചിന്ത ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥ കാരണങ്ങളെ നമ്മൾ പരിഹരിക്കുന്നില്ല. നമ്മുടെ മനസ്സിന്റെ ശീലങ്ങളെ നമ്മൾ മാറ്റുന്നില്ല. അപ്പോ ഇതിന്റെ അകത്തൊരു വലിയൊരു പ്രശ്നമുള്ള എവിടാന്ന് പറഞ്ഞാല്, നമ്മൾ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും ഒരു വസ്തുവിനെ ആരാധിക്കുകയോ മറ്റൊന്നിലേക്കെങ്കിലും നമ്മൾ പുറത്തേക്ക് നമ്മൾ ശ്രദ്ധ വെച്ചിരുന്നാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിനെ നമ്മൾ നിരീക്ഷിക്കാൻ നമുക്ക് ഒരിക്കലും പിന്നെ തോന്നുകയില്ല. നമ്മുടെ മുഴുവൻ അറ്റൻഷനും പുറത്തേക്കാണ്. ഒന്നുകിൽ ആ വിഗ്രഹത്തേല്, അല്ലെങ്കിൽ ആ ഫോട്ടോയില്, അല്ലെങ്കിൽ ആ സങ്കല്പത്തേല്. അപ്പൊ നമ്മുടെ മനസ്സ് എപ്പോഴും ഈ കോൺഷ്യസ് മൈൻഡിലായിട്ട് നിൽക്കുകയാണ്. ഒരിക്കലും സബ് കോൺഷ്യസിലേക്ക് ഇറങ്ങുകയോ ഉള്ളിലേക്ക് നോക്കുകയോ ഉള്ളിൽ എന്താണെന്ന് നടക്കണമെന്ന് അറിയുകയോ ചെയ്യാനുള്ള സാധ്യത കംപ്ലീറ്റ് ആയിട്ട് അവിടെ അടഞ്ഞു പോവുകയാണ്. നമ്മൾ ഒരിക്കലും നമ്മളെ മനസ്സിലാക്കുന്നില്ല. പിന്നെ അപ്പൊ എപ്പോഴും അന്ധകാരത്തിൽ നിൽക്കുകയാണ്. നമ്മുടെ ഉള്ളിലെ ഉൾക്കാഴ്ച നമുക്ക് ഒരിക്കലും കിട്ടുന്നില്ല. ഉൾക്കാഴ്ച കിട്ടുക, അല്ലെങ്കിൽ ഇൻസൈറ്റ്, ഇത് കിട്ടുമ്പോഴാണ് മാത്രമാണ് നമ്മൾ എൻലൈറ്റൻഡ് ആവുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബോധോദയം ഉണ്ടാവുക. നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെയാണല്ലോ, ഇതാണ് എന്റെ യഥാർത്ഥ പ്രകൃതം, ഇതാണ് എന്റെ യഥാർത്ഥ ധമ്മം, ഇതാണ് എന്റെ യഥാർത്ഥ സ്വഭാവം, ഇങ്ങനെയാണ് എന്റെ മനസ്സ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയാണ് എന്റെ ശരീരം വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയാണ് എന്റെ മനസ്സ് ശരീരത്തിനെ സ്വാധീനിക്കുന്നത്, ഇങ്ങനെയാണ് ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത്. ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും പിന്നെ നമ്മൾ നോക്കാൻ പറ്റത്തില്ല നമുക്ക്. കാരണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ ദൈവത്തിലേക്ക്, ആ മൂർത്തികളിലേക്ക്, പ്രതിമകളിലേക്ക്, ഫോട്ടോകളിലേക്ക്, ആ ഉത്സവങ്ങളിലേക്ക്, അതിന്റെ ഭക്തികളിലേക്ക് മാത്രമായിട്ട് നമ്മൾ മാറുകയാണ്. ഇത് തന്നെയാണ് മഹായാനക്കാർ ആദ്യമേ ചെയ്തത്. മഹായാനക്കാർ ചെയ്തത് എന്താണ്? ആരാധിക്കാനായിട്ട് ഓരോരോ ദൈവങ്ങളെ ഉണ്ടാക്കുന്നു, ബോധിസത്വന്മാരെ ഉണ്ടാക്കുന്നു, അവതാരങ്ങളെ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ശ്വാസോച്ഛ്വാസത്തിനെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നമ്മൾ എണ്ണാൻ തുടങ്ങുന്നു, 1, 2, 3. അപ്പോഴും നമ്മുടെ മനസ്സ് കോൺഷ്യസ് മൈൻഡാ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ശ്വാസത്തെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ 1, 2, 3 ഒന്നും നമ്മൾ എണ്ണണ്ട, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വാക്കുകൾ ഉരുവിടാൻ പാടില്ല, ഒന്നും നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് അതിനെ നിരീക്ഷിച്ചാൽ മാത്രം മതി. അതിനെ ശ്വാസത്തിനെ നമ്മൾ കൂട്ടാനോ കുറയ്ക്കാനോ നമ്മൾ ശ്രമിക്കരുത്. അവിടെയൊക്കെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യും. കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. സംവേദനകളുടെ ലോകം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾക്ക് എന്നേക്കുമാണ് നമ്മുടെ ആ ഒരു അന്വേഷണം അവിടെ അങ്ങ് അടഞ്ഞു പോവുകയാണ്. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു സാധനം, ഒരു കിണ്ണം പോലെ ഒരു സാധനം, കാസിന എന്ന് പറയും. അത് മുമ്പിൽ വെച്ചിട്ട് അതിനെ നോക്കുക, അതിനെ ശ്രദ്ധിക്കുക, 1, 2, 3 എണ്ണുക, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ജപിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ മുഴുവൻ കോൺഷ്യസ് മൈൻഡേ വർക്ക് ചെയ്യത്തുള്ളൂ. ഒരിക്കലും സബ് കോൺഷ്യസിലേക്ക് നമ്മൾ പോകത്തില്ല. നമ്മളെ പറ്റിയുള്ള അറിവ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാല് പ്രാർത്ഥന, ഈ പറയുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഭക്തിയുടെ സാധനങ്ങളൊക്കെ
നമുക്ക് സത്യം അറിയാനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സത്യം, നമ്മുടെ ഒറിജിനൽ ട്രൂത്ത് അതറിയാനുള്ള കാര്യങ്ങൾക്ക് തടസ്സമാണ്. ഭക്തി, പ്രാർത്ഥന, ദൈവം, ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റുകളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങാനോ നമ്മുടെ യഥാർത്ഥ പ്രകൃതം മനസ്സിലാക്കാനോ യഥാർത്ഥ സത്യം മനസ്സിലാക്കുന്നതിനോ ഉള്ള തടസ്സങ്ങളാണ്. അതുകൊണ്ടാണ് അത്തരക്കാർ ഒരിക്കലും നമ്മളെ മനസ്സിലാക്കുകയോ അറിയുകയോ ചെയ്യത്തില്ല. പിന്നെ അവർക്കുള്ളത് എന്താണ്? ആൾക്കാരെ ഒതുക്കി നിർത്താനായിട്ട് അവർ കൊടുത്തിരിക്കുന്ന മറ്റു കാര്യങ്ങൾ സ്വർഗം, നരകം, മരണത്തിന് ശേഷമുള്ള ജീവിതം, ആത്മാവ്, ബ്രഹ്മം, പരബ്രഹ്മം, ഇതെല്ലാം സാങ്കല്പികമായ ഐഡിയാസ് ആണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെ ഒരു ആത്മാവില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 5 ഖണ്ഡങ്ങളായിട്ടാണ് നമ്മൾ മനുഷ്യൻ ജീവിക്കുന്നത്. മനസ്സിന്റെ രൂപം, അതായത് ശാരീരിക രൂപം, ഫിസിക്കൽ ബോഡി, പ്ലസ് 4 മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ്, പ്രക്രിയകളാണ്. അത് 5ാമത്തെ ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ചാർട്ട് അടക്കം ഞാനത് കാണിച്ചിട്ടുണ്ട്. അതായത് ഇന്ദ്രിയബോധം, പിന്നെ തിരിച്ചറിയൽ, പിന്നെ അതിനുശേഷം ശരീരത്തെ സംവേദനകൾ, പിന്നെ മനസ്സിന്റെ പ്രതികരണങ്ങളായിട്ടുള്ള സംഘാരങ്ങൾ. ഇങ്ങനെ 4 മനസ്സിന്റെ ഭാവങ്ങളും ശരീരവും മാത്രമാണുള്ളത്. ആത്മാവ് എന്നൊരു സംഗതി ഇല്ല അവിടെ. ആ ഇന്ദ്രിയബോധം എന്ന് പറയുന്ന കോൺഷ്യസ്നെസ്, അത് ആത്മാവല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ നമ്മളെ സ്വയം നമുക്ക് അറിയാനുള്ള നമ്മുടെ ആ ചാൻസ് വരെ നഷ്ടപ്പെടുത്തുകയാണ് ഈ പറയുന്ന ദൈവവും ഇങ്ങനെ പറയുന്ന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കൺസെപ്റ്റുകളെല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്നുള്ള അസ്വസ്ഥതകളുടെ കാരണങ്ങളെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ, നമുക്ക് ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കൺസെപ്റ്റുകളാണിത്. ഒരിക്കലും ഈ പറയുന്ന ദൈവവിശ്വാസമോ അല്ലെങ്കിൽ ഭക്തിയോ ഉള്ളവർക്ക് ഒരിക്കലും ഉള്ളിൽ അവർക്ക് ഇന്നർ പീസ് അവർക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. കാര്യം അവർ ഉള്ളിലെ അവരുടെ മനസ്സിന്റെ ശീലങ്ങളെ അവർക്ക് മാറ്റാനോ ഉള്ളിൽ എങ്ങനെയാണ് നടക്കണമെന്ന് പഠിക്കാനോ അവർക്ക് ഒരിക്കലും പറ്റത്തില്ല. ഇനി മറ്റൊന്ന്, ഈ ബ്രഹ്മം, പരബ്രഹ്മം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കൺസെപ്റ്റുകൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ബ്രഹ്മം സത്യം, പരബ്രഹ്മം ജഗത് മിഥ്യ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയും ഈ ബ്രഹ്മം എന്ന് പറയുന്ന സംഭവം ഒരു സ്ഥിരമായിട്ട് സാധനമായിട്ട് അങ്ങനെയല്ല. അവിടെ ഒന്നും നിൽക്കുന്നില്ല. സ്ഥിരമായിട്ട് ഇന്ത്യ ലോകത്ത് ഒന്നും നിൽക്കുന്നില്ല. ഈ പ്രപഞ്ചം തന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ അണുക്കളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായ ഒന്നുമില്ല എന്നുള്ളത് ബുദ്ധൻ ഉപനിഷത്തുകാരോട് വിളിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു കാര്യം തെറ്റാണ്. ബ്രഹ്മം, പരബ്രഹ്മം എന്നൊക്കെ ഉള്ള സംഭവം തെറ്റാണ്. ആത്മാവ്, പരമാത്മാവ്, അത് തെറ്റാണ്. അങ്ങനെ ഒരു സംഗതി നടക്കുന്നില്ല. കാരണം നമ്മൾ പഠിക്കുന്നതിന്റെ കാതൽ എന്ന് പറയുന്നത് അനിത്യത എന്നുള്ളതാണ്, ഇംപെർമനൻസ്. ബുദ്ധമതത്തിന്റെ കാതൽ എന്താണെന്ന് വെച്ചാൽ അനിത്യതയാണ്. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുള്ള തിരിച്ചറിവാണ്. അത് നമ്മളെ സ്വയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കിട്ടുന്നത്. ഇനി ആത്മാവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനം. അതായത് ഈ ശരീരം ഇവിടെ കളഞ്ഞിട്ട് പോകുന്നു, ആത്മാവ് പിന്നെയും പോകുന്നു, മറ്റൊരു ജന്മം എടുക്കുന്നു, തിരിച്ചു വരുന്നു. എന്നിട്ട് നമ്മൾ ഈ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളുടെ അതിന് കർമ്മം എന്ന് പറയുന്ന ഇവര് വാക്കുകൾ ഉപയോഗിച്ചിട്ട്, നമ്മൾ പറയുന്നതിന്റെ അതേ വാക്കുകൾ ഉപയോഗിച്ചിട്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഈ കർമ്മം എന്ന് പറയുന്ന അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ആത്മാവിൽ ഓരോ ഇംപ്രഷൻ ഉണ്ടാക്കും. അതിൽ ഇങ്ങനെ ആ ആത്മാവിനോട് ചേർന്ന് ഇതുപോലത്തെ ഓരോരോ കർമ്മത്തിന്റെ ഇംപ്രഷൻ ഉണ്ടാക്കും. എന്നിട്ട് ആ ഇംപ്രഷനോട് കൂടിയാണ് ആത്മാവ് പോകുന്നത്. എന്നിട്ട് അത് തിരിച്ച് അടുത്ത ഒരു ജന്മം എടുക്കുമ്പോൾ ഈ പറയുന്ന കർമ്മത്തിന്റെ ഫലമായിട്ട് നീ ഹീനജാതിയിലോ നല്ല ജാതിയിലോ ജനിക്കും എന്ന രീതിയിലാണ് ഇതിന്റെ കൺസെപ്റ്റ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ പൂർണ്ണമായും പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾക്ക് തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്, സങ്കല്പങ്ങളാണ്. അതില് ബുദ്ധമതം അല്ലെങ്കിൽ ബുദ്ധനും പറയുന്നുണ്ട് എങ്ങനെയാണ് ജന്മം എടുക്കുന്നത്, മനുഷ്യൻ എങ്ങനെയാണ് ജന്മം എടുക്കുന്നത്. ഇവിടെയുള്ള ആറ്റങ്ങൾ തന്നെ വെച്ച് പല പല ആറ്റങ്ങളുടെ അല്ലെങ്കിൽ പല രീതിയിലുള്ള കോമ്പിനേഷൻ കൊണ്ടാണ് ഒരാളുടെ ശരീരം ഉണ്ടാവുന്നത്. അതിനകത്ത് തുടക്കമിടുന്നത് ആണിന്റെയും പെണ്ണിന്റെയും ബീജവും അണ്ടവും തമ്മിലുള്ള സങ്കലനമാണ്. ഒരാണിൽ നിന്നുള്ള ബീജവും സ്ത്രീയുടെ അണ്ടവും തമ്മിലുള്ള സങ്കലനത്തിൽ കൂടെയാണ് ആദ്യമായിട്ട് ഒരു ജന്മം അല്ലെങ്കിൽ ഒരു ബർത്ത് അവിടെ ഉണ്ടാവുന്നത്. അപ്പോഴും കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നതേ ഉള്ളൂ. കോൺഷ്യസ്നെസ് ഉണ്ടായി വരണം.
ബ്രെയിൻ ഉണ്ടാവണം, ബ്രെയിനിന്റെ സെല്ലുകൾ ഉണ്ടാവണം, ശരീരത്തിന്റെ ഓർഗൻസ് ഉണ്ടാവണം, ഇതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇത് രണ്ടിനകത്തും കോൺഷ്യസ്നെസ് ഇല്ല. രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നത്, ബോധം ഉണ്ടാവുന്നത്. എന്നതിന് ശേഷമാണ് പിന്നീട് വരുന്നത്. അപ്പോ കഴിഞ്ഞ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ജന്മത്തിൽ നിന്നുള്ള സാധനങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നില്ല, ഇങ്ങോട്ടേക്ക് വരുന്നില്ല. DNA ആയിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ചില എന്താ പറയുക സ്വാഭാവികമായ ചില അംശങ്ങൾ മാത്രമാണ് വരുന്നത്. അല്ലെങ്കിൽ ചില ക്യാരക്ടർ എന്നാ പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. അല്ലാതെ ഒരു ആത്മാവ് ഇങ്ങോട്ട് വരുന്നില്ല. ഇപ്പൊ ഒരു അച്ഛനുണ്ടാവുന്ന ചില ഗുണങ്ങൾ, ചില സ്വഭാവങ്ങൾ മകനുണ്ടാവും, അല്ലെങ്കിൽ അമ്മയ്ക്കുള്ള ചില സ്വഭാവങ്ങൾ, ചില ടാലൻസ് കാര്യങ്ങൾ മക്കൾക്കുണ്ടാവും. അങ്ങനെ വരുന്നതല്ലാതെ ആരുടെയും ഈ പറയുന്ന എന്താ പറയുക ആത്മാവ്, കാരണം ആത്മാവ് പറയുന്നത് ഇല്ല നമ്മൾ മനസ്സിലാക്കി. തന്നെയല്ല മരിക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കിയാലാണ് അത് കൂടുതലായിട്ട് വ്യക്തമാവുക. എന്താണ് മരിക്കുമ്പോൾ സംഭവിക്കുന്നത്? മരിക്കുമ്പോൾ നമ്മുടെ ഈ മരണത്തിന്റെ പ്രക്രിയ നമുക്ക് ശാസ്ത്രീയമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇത് ബുദ്ധമതത്തിനകത്ത് പോലും ചിലർ തെറ്റായിട്ട് ബുദ്ധന്റെ പേരിൽ ആരോപിച്ചിട്ടുണ്ട്. ബുദ്ധൻ മരണത്തിന് ശേഷമുള്ള ജന്മത്തെ പറ്റിയും പുനർജന്മത്തെ പറ്റിയും പറയുന്നുണ്ടെന്ന് പറഞ്ഞ് ജാതകഥകൾക്കകത്തൊക്കെ ഇത് പറഞ്ഞ് ബുദ്ധൻ പറഞ്ഞതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പാവം പിടിച്ച ബുദ്ധൻ അങ്ങേര് ഇനി ഏതായാലും മരിച്ചിട്ട് ഇനി എഴുന്നേറ്റ് വരത്തില്ല, ഇത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറയാനായിട്ട് ഇനി അദ്ദേഹം തിരിച്ചു വരാത്തത് കൊണ്ട് ഇവർക്ക് അദ്ദേഹത്തിന്റെ പേരിൽ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ബുദ്ധന്റെ ഫോട്ടോയും വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാചകം കൂടെ കൊടുത്ത് ബുദ്ധൻ പറഞ്ഞാണെന്ന് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു പണിയായത്. മരണം സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങൾക്ക്, നമ്മുടെ ഉള്ളിലെ കോശങ്ങൾക്ക് ഊർജം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഊർജം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുക. ശരിക്കും പറഞ്ഞാൽ ഊർജം ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തേക്കും വിതരണം ചെയ്യുക അല്ല ഈ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിനകത്ത് ഓരോ കോശങ്ങളും ആ കോശങ്ങൾക്കകത്തുള്ളിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുക ചെയ്യുന്നത്. ആ ഊർജം ഉൽപ്പാദിപ്പിക്കുകയും അത് ശരീരത്തിലേക്ക് കൊടുക്കുകയും തിരിച്ച് ശരീരത്തിലേക്ക് കിട്ടുന്ന പോഷകങ്ങൾ ഉപയോഗിച്ച് ആ ഊർജം തിരിച്ച് കോശങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നത് അത് രണ്ട് തരത്തിലുള്ള ഒരു കോമ്പൗണ്ടുകളുടെ രൂപത്തിലാണ്. നമ്മൾ അതിന്റെ മെഡിക്കൽ സയൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ATP എന്ന് പറയും. ആ ATP ആണ് ഒരു കോശത്തിനകത്ത് ഉണ്ടായിട്ട് അവിടുന്ന് അത് വിഘടിച്ച് ഊർജമായിട്ട് പുറത്തേക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ശരീരത്തിനകത്ത് നിന്ന് കിട്ടുന്ന എന്താ പറയുക ന്യൂട്രീഷനെയും ഓക്സിജനെയും എല്ലാം വെച്ചിട്ട് ATP തിരിച്ചുണ്ടാക്കി കോശങ്ങൾക്ക് കൊടുക്കുന്നത് ADP എന്നുള്ള ഫോമിലാണ്. അതായത് അഡിനോസൈൻ ഡൈഫോസ്ഫേറ്റ് എന്നുള്ള രീതിയിലാണ് അത് തിരിച്ച് കൊടുക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ശരീരത്ത് ഈ പറയുന്ന ഊർജ്ജ ഉൽപാദനം നടക്കുകയും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഊർജ്ജം കൊടുക്കലും വാങ്ങലും നടക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ അകത്ത് കൃത്യമായിട്ട് രണ്ട് കാര്യങ്ങൾ നടക്കണം. അതായത് ഒന്ന്, നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള പോഷണങ്ങൾ അത് ബ്ലഡിലേക്ക് കലരണം. അതുപോലെ നമ്മുടെ ലങ്സിൽ നിന്നുള്ള ഓക്സിജനും ബ്ലഡിലേക്ക് കലരണം. ഈ പറയുന്ന ന്യൂട്രീഷനും അത് നമ്മുടെ ആമാശയത്തിൽ കൂടെ ചെന്ന് അത് കരളിൽ കൂടെ ചെന്ന് എൻസൈമുകളിൽ കൂടെ പ്രവർത്തിച്ച് ആ കരളിൽ നിന്ന് അതുമായി ബന്ധപ്പെടുത്തി അതിനെ ആ ശരീരത്തിലുള്ള ഓക്സിജനുമായിട്ട് ബന്ധപ്പെടുത്തി രക്തം ഈ പറയുന്ന സാധനങ്ങളെ അല്ലെങ്കിൽ ആ പോഷണത്തെ അല്ലെങ്കിൽ ADPയെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകണം. അതിനെ കൊണ്ടുപോകുന്ന ഒരു മീഡിയമാണ് ഈ രക്തം എന്ന് പറയുന്നത്. അത് ഈ നമ്മുടെ ഹൃദയം അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ രക്തം ഫുള്ളായിട്ട് ബോഡിയിലേക്ക് പമ്പ് ചെയ്യുന്നത്. ഈ പറയുന്ന പ്രവർത്തനങ്ങളെ എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. അപ്പൊ ബ്രെയിനിന്റെ അകത്തെ സെല്ലുകൾക്ക് അത് ഇതുപോലെ തന്നെ ഊർജം ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ രക്തം കൃത്യമായിട്ട് നമ്മുടെ ബ്രെയിനിലെത്തണം. അപ്പൊ ആ പറയുന്ന ഊർജോൽപാദനം ബ്രെയിനിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രെയിനിന്റെ പ്രവർത്തനം കുറഞ്ഞു വരും, ഊർജം കുറഞ്ഞു വരും. അതായത് നമ്മുടെ ഒരു ഫോണിനകത്തെ ചാർജ് തീരുന്നത് പോലെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോർച്ചിന്റെ അകത്തെ ബാറ്ററി തീരുമ്പോൾ നമ്മുടെ അതിന്റെ ബൾബ് ഇങ്ങനെ ആവുന്നത് പോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ അകത്തുള്ള ഊർജോൽപാദനം കുറഞ്ഞു വരുമ്പോൾ ബ്രെയിനിന്റെ പ്രവർത്തനം മന്ദഗതിയിലാവും. അതിന് പകരം ഇനിയിപ്പോ മറ്റേതെങ്കിലും കാരണം കൊണ്ടാവാം. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് രക്തം അങ്ങോട്ട് എത്തിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ബ്രെയിനിലെ ഊർജോൽപാദനം കുറയും, നടക്കത്തില്ല.
അതല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ കുറെ നാൾ നമ്മൾ ആഹാരമേ ഉള്ളിലേക്ക് എത്താതിരുന്നു കഴിഞ്ഞാൽ പോഷകങ്ങൾ എത്താതെ ഇരിക്കുമ്പോൾ ബ്രെയിനിനകത്തുള്ള ഊർജം ഇല്ലാതാവും. അപ്പോഴും അവിടെ നമ്മുടെ ബോധം ഇല്ലാണ്ടാവും, അല്ലെ ബ്രെയിനിന്റെ പ്രവർത്തനം ഇല്ലാണ്ടാവും. അങ്ങനെ ബ്രെയിൻ പൂർണ്ണമായിട്ട് നമ്മളത് മരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇല്ലാണ്ടാവും, നമ്മളെ മരണം സംഭവിക്കുന്നത്. അല്ലാതെ ഈ ബോധം, ആത്മാവ് എന്ന് പറയുന്ന ഒരു സാധനം എങ്ങോട്ടും പോകുന്നില്ല. നമ്മളിപ്പോ നമ്മുടെ ഫോണിന്റെ അകത്തെ ചാർജ് തീരുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാറ്ററി ഒരു ടോർച്ചിന്റെ അകത്തെ ബാറ്ററിക്ക് ഇട്ട് ചാർജ് തീരുന്നത് പോലെ നമ്മുടെ ഊർജ്ജോൽപാദനം കുറയുകയാണ് ചെയ്യുന്നത്. അവസാന നിമിഷം വരെ അത് മുനിഞ്ഞ് കത്താൻ നോക്കും, പിന്നെ അവസാനം തീരും. അങ്ങനെയാണ് ബ്രെയിനിന്റെ അകത്തെ ഊർജ്ജോൽപാദനം തീർന്നു കഴിഞ്ഞാൽ ബ്രെയിൻ ഡെഡ് ആവും. അപ്പൊ ഇതിനകത്ത് നമ്മളുടെ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത് ഒരിക്കൽ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് ഇറിവേഴ്സിബിൾ ആണ്, രണ്ടാമത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അല്ലാതെ ഇതിനകത്തു നിന്ന് എങ്ങോട്ടും ഒരു ആത്മാവ് ചാടിപ്പോവുകയോ ഒരു ബോധം മറ്റൊരിടത്തേക്ക് പറന്നു പോവുകയോ എന്നിട്ട് മറ്റൊരു ഓർഗാനിസത്തിനകത്ത്, മറ്റൊരു ജീവിക്കകത്തോട്ട് ചെന്ന് കയറുകയോ ബാധയായിട്ട് ഇങ്ങനെ ചുമ്മാ തെണ്ടി നടക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ ഭൂതവും പ്രേതവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ അലഞ്ഞിരിഞ്ഞ് നടക്കാന്ന് പറഞ്ഞു. അങ്ങനെ അലഞ്ഞു തിരിയാനായിട്ട് ഇതിന് സ്വനത്താൻ നിൽക്കാനുള്ള ഒരു ചാർജ് പോലെയാ സാധനം. അത് ഇല്ലാതെ കഴിഞ്ഞാൽ അതിന്റെ തനത്താൻ നിൽക്കാനുള്ള സംഭവം ഒന്നും അവിടെ ഇല്ല. നമ്മളോട് എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇതിന് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ സ്വർഗത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകും. അവിടെ എങ്ങും ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ നമ്മുടെ ഈ കോശങ്ങളുടെ ഊർജം ഇല്ലാതായി, അതിന്റെ പ്രവർത്തനം ഇല്ലാതായി, അത് തീർന്നു പോവുകയാണ്, ഡെഡായി പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടുന്ന് ആരും എഴുന്നേറ്റ് പോകുന്നില്ല. നമ്മളൊക്കെ ചില സിനിമയ്ക്കകത്തൊക്കെ കാണുന്നുണ്ട്, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ കിടന്നു ഉടനെ അതിനകത്തുനിന്ന് ഇങ്ങനെ അതേ ഫുൾ ഡ്രസ്സോട് കൂടി ഒരാൾ ഇങ്ങനെ വെള്ള നിറത്തിൽ അങ്ങ് എഴുന്നേറ്റ് അങ്ങ് പോവാണ്. അതൊക്കെ നമ്മുടെ വെറും തോന്നലാണ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭാവനകൾ. പ്രപഞ്ചത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇനി ഇത് നമ്മളിപ്പം ബ്രെയിൻ ആണ് ഡെഡ് ആവുന്നെങ്കിൽ നമ്മൾ പറയും ഓക്കെ, ഇത് ബ്രെയിൻ ഡെത്തായി എന്ന് പറയും. നമ്മുടെ ഹൃദയമാണ് ഇടിച്ചത് കൊണ്ടാണ്, ഹൃദയം ഇടിപ്പ് നിന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഹൃദയം ബ്ലോക്ക് ആയതുകൊണ്ടാണ് പറയുന്നെങ്കിൽ നമ്മൾ പറയും ഇത് കാർഡിയോ വാസ്കുലർ അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ആണെന്ന് പറയും, അത് ഹൃദയ സ്തംഭനമാണെന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ പിന്നെ വേറൊരു അവസാനം നമ്മുടെ ഡോക്ടറോ ആരാണോ വന്ന് കൃത്യമായിട്ട് സ്ഥിരീകരിക്കും, മരണം സ്ഥിരീകരിക്കും, ഈ രോഗി മരിച്ചു, ഇനി തിരിച്ചു വരത്തില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയും. നോക്കുമ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസം നിന്നു, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം നിന്നു, തീർന്നു. ഇനിയിപ്പോ അതിനുശേഷം ഈ മരണത്തിന് ശേഷം പല പല ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ ഈ ബോഡി ഇല്ലാണ്ടാവുന്നത്. അതായത് ഒന്ന്, ആദ്യം അതിന്റെ ഈ രക്ത ഓട്ടം എന്ന് പറയുന്ന സംഭവം ഇല്ലാണ്ടാവുന്നു, തീരുന്നു. രക്ത ഓട്ടം തീരുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിന് നിറം അങ്ങ് പോകുന്നു. കാരണം ഈ രക്ത ഓട്ടം വരുന്നത് കൊണ്ടാണ് ശരീരത്തിന് നിറം കിട്ടുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് ശരീരം അങ്ങ് വളരെ വെളുത്തു പോകും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രക്തം എല്ലാ കോശങ്ങളിലേക്കും പിന്നെ പമ്പ് ചെയ്യുന്ന പ്രവർത്തനം നടക്കുന്നില്ല. അപ്പം അതങ്ങ് തീർന്നു. പിന്നെ അതുപോലെ അതിനുശേഷം നമ്മുടെ ശരീരത്തിന്റെ ഈ താപനില, ചൂട്, കാരണം ഈ രക്തം എപ്പോഴും പോവുകയും ഊർജ്ജം ഉത്പാദിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കാൻ മാത്രമാണ് ശരീരത്തിന് ചൂട് നിലനിൽക്കുന്നത്. ആ ചൂടില്ലാതായി പോകും. അപ്പൊ ആദ്യത്തെ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ പറയുന്നത് പാലർ മോർട്ടിസ് എന്നാണ്, അതായത് വിളറിപ്പോകുന്നത് പാലർ മോർട്ടിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. പിന്നീട് അതിന് ശേഷം അൽഗോർ മോർട്ടിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. അതിപ്പം മെഡിക്കൽ ടേമാണ്. ആ സമയത്താണ് നമ്മുടെ ശരീരത്തിന്റെ ചൂട് അല്ലെങ്കിൽ താപം ഇല്ലാണ്ടായി പോകുന്നത്. അതിനുശേഷം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇരിക്കുന്ന ഏത് അവസ്ഥയിലാണോ അല്ലെങ്കിൽ കിടക്കുന്നത് ഏത് അവസ്ഥയിലാണോ ആ സമയത്ത് ആ മസിലെല്ലാം കൂടെ പോലെ സ്റ്റിഫായി പോകും. അതാണ് ചിലരെ പിടിച്ചിരുത്തി ചില ഈ ക്രിസ്ത്യൻസിന്റെ ഒക്കെ ചില അച്ഛന്മാരെയൊക്കെ, അതുപോലെ ചില ബാബാമാരെയൊക്കെ പിടിച്ച് കസേരയിൽ അങ്ങ് ഇരുത്തിയിട്ട് അതേപോലെ അങ്ങ് ഇരിക്കുന്നത്. പിന്നെ അവരെങ്ങനെ വടി പോലെ അങ്ങ് ഇരിക്കും. കഴിഞ്ഞാൽ ഈ പറയണ മസിലുകളെല്ലാം അതുപോലെ തന്നെ അങ്ങ് സ്റ്റിഫായി പോകും. പിന്നെ ഒരു 10-24 മണിക്കൂർ കഴിയണം പതുക്കെ അതൊന്ന് സോഫ്റ്റായി വരണമെന്നുണ്ടെങ്കിൽ. പക്ഷെ പെട്ടെന്ന് തന്നെ അതങ്ങ് ഇതായിപ്പോയി, സ്റ്റക്കായി പോകും. അതിനുശേഷം പിന്നെ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന പൊസിഷനിലാണെങ്കിൽ ഈ രക്തത്തിന് പിന്നെ പമ്പ് ചെയ്യാനായിട്ട് ഹൃദയം വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ രക്തം പ്രത്യേകിച്ച് മേലെ നമ്മുടെ ഈ ഭൂഗുരുത്വാകർഷണം കൊണ്ട് നേരെ താഴോട്ട് പോകും. നമ്മൾ കിടക്കുവാണെങ്കിൽ നമ്മുടെ മുകളിൽ നിന്ന് നമ്മുടെ നമ്മൾ മലന്ന കിടക്കുന്നെങ്കിൽ നമ്മുടെ മുകളിലുള്ള ഭാഗത്ത് നിന്നെല്ലാം രക്തം എല്ലാം താഴെ പോയി നമ്മുടെ നമ്മൾ കിടക്കുന്ന ഭാഗത്തോട്ട് പുറത്തോട്ട് അവിടെ സെറ്റിലാവും. അങ്ങനെ അതിന് ശേഷം പിന്നീട് സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താപനിലയും കുറഞ്ഞു, ശരീരത്തിനകത്തോട്ട് പിന്നീട് വേറെ ചൂടുണ്ടാവുന്നില്ല. ഇതെല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്ക് പിന്നീട് നമ്മുടെ ശരീരത്തിലുള്ള ഈ പറയുന്ന എൻസൈമുകളും പിന്നെ ബാക്ടീരിയയും ഒക്കെ പതുക്കെ പ്രവർത്തിച്ചു തുടങ്ങും. എന്നിട്ട് ശരീരത്തിന്റെ അകത്ത് പല പല ഗ്യാസുകൾ ഉണ്ടായി തുടങ്ങും. അങ്ങനെയാണ് നമുക്ക് ഈ ഗന്ധം ഉണ്ടായി തുടങ്ങുന്നത്. ശരീരത്തിന് ദ്രവിക്കുമ്പം ദുർഗന്ധം ഉണ്ടായി തുടങ്ങും. കാര്യം
അത് പുട്രിഫാക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ആ പുട്രിഫാക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ഹൈഡ്രജൻ സൾഫൈഡ് അങ്ങനെ പല പല വാതകങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണ് ശരീരം വീർക്കും. ഇപ്പം നമ്മൾക്കറിയാം, നമ്മൾ വെള്ളത്തിലേക്ക് ഇപ്പം വെള്ളത്തിലൊക്കെ ശവം വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം അല്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ശവം പൊങ്ങി വരുന്നതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിനകത്ത് ഈ വാതകങ്ങളെല്ലാം കൂടെ കയറിയിട്ട് അതിന്റെ ഡെൻസിറ്റി കുറയുമ്പം ശരീരത്തിൽ ഇങ്ങനെ പൊങ്ങി വരും. കാരണം അകത്ത് വാതകങ്ങളുണ്ട്. അങ്ങനെ വെള്ളത്തിന് മുകളിലേക്ക് ഈ സാധനം പൊങ്ങി വരും. അപ്പൊ അങ്ങനെയാണ് ഈ ദുർഗന്ധം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് ഇത് സാധാരണയിൽ നമ്മുടെ ആഹാര സാധനങ്ങൾ ഇരുന്ന് ചീഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് ദ്രവിച്ച് അതിന് മണ്ണാവും. നമ്മൾ പറയുമ്പോൾ അത്ര സുഖകരമല്ല, പക്ഷെ ഇതാണ് സംഭവിക്കുന്നത്. ഇതിനുശേഷം ഇത് ദ്രവിച്ച് ഇല്ലാതായി കഴിയും. പിന്നെ അവസാനം ഏറ്റവും ദ്രവിക്കാതെ ബാക്കി കിടക്കുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ പല്ല്, എല്ല് തുടങ്ങിയ സാധനങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ളത് മുഴുവൻ മണ്ണിനോടങ്ങി ചേരുക അല്ലെങ്കിൽ മൂലങ്ങളായിട്ടങ്ങ് ചേരുകയാണ്. അപ്പോഴും എന്താ സംഭവിക്കുന്നത്? എല്ലാം ആറ്റങ്ങൾ തന്നെയാണ്. നമ്മൾ ആറ്റങ്ങൾ പോലും നമ്മൾ പറഞ്ഞു 4 ഊർജ സ്വഭാവങ്ങളാണ്. അതായത് പൃഥ്വി, ജലം, വായു, അഗ്നി എന്ന് പറയുന്നത്. അതായത് വെയിറ്റ് അല്ലെങ്കിൽ ഭാര ഊർജം അല്ലെങ്കിൽ മാസ്, പിന്നെ ചൂട് താപ ഊർജം, പിന്നെ വരുന്നത് ചേർന്ന് നിൽക്കാനുള്ള ഒട്ടിപ്പിടിച്ച് നിൽക്കാനുള്ള ജല ഊർജം, പിന്നെ ഉള്ളത് മൂവ് ചെയ്യാനുള്ളത് ചലിക്കാനുള്ളത്. അങ്ങനെ ഈ 4 ഊർജത്തിന്റെ രീതിയിലേക്കാണ് എല്ലാ സാധനങ്ങളും പ്രപഞ്ചത്തിലുള്ള എല്ലാ സാധനങ്ങളും ഡീകമ്പോസ് ചെയ്ത് പോകുന്നതും പിന്നെ കമ്പൈൻ ചെയ്യുന്നതും. ഈ 4 എണ്ണത്തിന്റെ അത് ഞാൻ ആദ്യം അഷ്ടകലാപങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഞാനത് പറയുന്നുണ്ട്. 4 ഊർജ്ജ സ്വഭാവങ്ങളും 4 ഗുണങ്ങളും കൂടെ ചേരുന്നതാണ്. അതായത് നിറം, മണം, ഗുണം, രുചി എന്ന് പറയുന്ന കാര്യങ്ങളും കൂടെ ചേരുമ്പോഴാണ് ഒരു കണിക ഫോം ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് തന്നെയാണ് നമ്മളെല്ലാവരും മരിക്കുമ്പോഴും ഇവിടുത്തെ ഉള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ സാധനങ്ങളും, അത് ചെടികളായാലും പുല്ലുകളായാലും പൂക്കളായാലും പുഴുക്കളായാലും പക്ഷികളായാലും മനുഷ്യരായാലും അനിമൽസ് ആയാലും എല്ലാം മാറി മാറി പോകുന്നത്. അതെല്ലാം കൂടെ തന്നെ പിന്നെയും രണ്ടാമത് അത് ഒരാളിൽ നിന്ന് തന്നെ ഉള്ള മൂലകങ്ങളല്ല രണ്ടാമത് പിന്നെയും കൂടിച്ചേരുന്നത്. പിന്നെ ഒരു വ്യക്തിയുടെ അണ്ടവും ബീജവും തമ്മിൽ ചേരുമ്പോഴും അതിന് കിട്ടുന്ന സംഭവങ്ങളും അതിന് കിട്ടുന്ന ആഹാരവും ഓക്സിജനും എല്ലാം കൊണ്ട് പുതിയ ഒരു കോമ്പിനേഷനാണ് ഉണ്ടാവുന്നത്. അല്ലാതെ ഒരാളുടെ ആത്മാവ് അതേപടി വന്ന് രണ്ടാമത്തെ ഒരാളായിട്ട് ആവുകയല്ല ചെയ്യുന്നത്. അതേടെ കമ്പോണൻസ് തന്നെയല്ല രണ്ടാമത് ഒരാളിലേക്ക് വരുന്നത്. ഇത് മരിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ലോകത്തിന്റെ ആ ഊർജത്തിന്റെ പൂളിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്നിട്ട് പിന്നീട് അതിന്റെ റീസൈക്ലിംഗ് ആണ് പല രീതിയിൽ വരുന്നത്. അത് പലതിന്റെയും കോമ്പിനേഷൻ ആവാം. ഇങ്ങനെയാണ് പുനർജന്മങ്ങളുടെ ബർത്തുകൾ ഇവിടെ ഉണ്ടാവുന്നത്, ജന്മങ്ങൾ ഉണ്ടാവുന്നത്. ഇതാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരാളുടെ ആത്മാവ് പോയി തിരിച്ചു വന്ന് മറ്റേ ആളിലേക്ക് കയറുക എന്നുള്ള സംഭവം ലോകത്ത് നടക്കുന്ന കാര്യമല്ല. കാര്യം ഞാൻ ഈ പറഞ്ഞ പോലാണ് മരണം സംഭവിക്കുന്നത്. എവിടെയാണ് ഒരു ആത്മാവ് ഇങ്ങനെ തന്നെത്താൻ പോയി പറന്നു പോകുന്നത്? ഒന്നാമത് സാധനം ഇല്ല, അങ്ങനെയുള്ള മനസ്സിന്റെ പ്രക്രിയയാണ്. ഇങ്ങനെയാണ് ശരീരം ഇല്ലാതായി പോകുന്നതും ദ്രവിക്കുന്നതും. അവസാനം വേറൊരു തമാശ കൂടെ പറയാം അതിൻ്റെ അകത്ത്. നമ്മളുടെ ഇപ്പൊ ഈ ശരീരം തന്നെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, ഇതിൻ്റെ അകത്ത് ഈ സ്കെലിറ്റൻ ഇല്ലാന്ന് വിചാരിക്കുക. ഉത്തരത്തിലുള്ള എല്ലാ ഓർഗൻസ് ഉണ്ട്. അതായത് ബ്രെയിൻ ഉണ്ട്, മറ്റ് കണ്ണുണ്ട്, എല്ലാം ഉണ്ട്, അകത്തുള്ള ഹൃദയമുണ്ട്, സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ ഉള്ള സാധനങ്ങളെല്ലാം ഉണ്ട്, നമ്മുടെ മാംസമുണ്ട്, പേശികളുണ്ട്, നമ്മുടെ ഹൃദയമുണ്ട്, കരളുണ്ട്, പാൻക്രിയാസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് വിചാരിക്കുക. അസ്ഥികൂടം എന്നൊരു സാധനം ഇല്ലാന്ന് വിചാരിക്കുക. നമ്മൾ എങ്ങനെ ഇരിക്കും? നമ്മൾ ഈ പശുവിന്റെ മറ്റേ ആടിന്റെ ഒക്കെ ബോട്ടി എന്നൊരു സാധനമുണ്ട്, കുടലും എല്ലാം എടുത്തിട്ട് അതിങ്ങനെ ഒരു കൊട്ടയ്ക്കകത്തിരുന്ന് എങ്ങനെ ഇരിക്കും? അങ്ങനെ ഇരിക്കും നമ്മൾ. കാര്യം പിടിച്ച് നമ്മളെ ഒരു സ്ട്രക്ചറായിട്ട് നിർത്താൻ നമുക്കൊരു ഫ്രെയിം ഇല്ല. നമ്മളെല്ലാം കൂടി ഇങ്ങനെ എല്ലാം കൂടെ കിടന്ന കുറച്ചെല്ലാം കൂടെ അവിയൽ പോലെ കിടക്കുന്ന ഒരു സാധനമായി, ഒരു കൂമ്പാരമായിട്ട് കിടക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ ഓരോ ഓർഗനും വർക്ക് ചെയ്യത്തില്ല. നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമ്മുടെ ഹൃദയം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ആവശ്യത്തിനുള്ള സ്പേസും അതിന്റെ ലൊക്കേഷനും എല്ലാം വേണം. അതിന് ഹൃദയം ഇടിക്കണമെങ്കിൽ തന്നെ അതിന്റെ സ്പേസ് വേണം. എല്ലാം കൂടി ഇങ്ങനെ കട്ട പിടിച്ച് ഒരു കൊട്ടയ്ക്കകത്ത് കിടക്കുകയാണെങ്കിൽ അതിന് അടിക്കാൻ പറ്റത്തില്ല, ഹൃദയത്തെ ഇടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അസ്ഥികൂടം ആവശ്യമാണ്. ആ അസ്ഥികൂടം വരുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന സിസ്റ്റങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഈ സ്കെലിറ്റൻ വേണം. ഈ സ്കെലിറ്റൻ ഇവിടെ മരിക്കുമ്പോൾ ഇവിടെ കിടക്കല്ലേ, പിന്നെ എങ്ങനെയാണ് ഈ സ്കെലിറ്റൻ ഇല്ലാതെ ഒരു സാധനം മുന്നോട്ട് പോകണം? അതാണ് പോകുന്നത് ഫുൾ ഷേപ്പിലാ, ഫുൾ രൂപത്തിലാ കയറി പോണത്. സ്കെലിറ്റൻ വേണ്ട ഇത് എല്ലാത്തിനെയും ഇത് ഒരു ഫ്രെയിമിൽ പിടിച്ചു നിർത്താനായിട്ട്. പ്രേതമൊക്കെ സാരിയൊക്കെ കൊടുത്താൽ വരുന്നത്, ഈ സാരിയൊക്കെ ഇതുപോലെ കിടക്കണമെന്നുണ്ടെങ്കിൽ സ്കെലിറ്റൻ വേണ്ടേ?
അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മളോട് കുറച്ച് എന്തൊക്കെയോ കുറെ മണ്ടത്തരങ്ങൾ പറഞ്ഞ് ആ പേരും പറഞ്ഞ് ദൈവം അങ്ങോട്ട് മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ പോകുന്നു, നരകത്തിൽ പോകുന്നു എന്നൊക്കെ ഉള്ള കഥകളും, പുനർജന്മം, ജന്മം, പിന്നെ നമ്മുടെ ആത്മാവ് തിരിച്ചു വരുന്നു, കർമ്മത്തിന്റെ ഫലമായിട്ട് ആത്മാവിനകത്ത് കിട്ടിയ സാധനങ്ങൾ കൊണ്ട് ജാതികൾ ഉണ്ടാവുന്നു. ഇങ്ങനെ 100,000 പൊട്ടത്തരങ്ങളുടെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബുദ്ധൻ പഠിപ്പിക്കുന്നത് കൃത്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ എന്താണോ റിയലായിട്ട് നടക്കുന്നത് അതിനെ ആശ്രയിച്ച് വേണം നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചെടുക്കാൻ. അത് അങ്ങനെ വേണം നമ്മുടെ സ്പിരിച്വാലിറ്റി ഉണ്ടാക്കാൻ. ശാസ്ത്രത്തെ ആശ്രയിച്ച് വേണം നമ്മുടെ ഈ പറയുന്ന സ്പിരിച്വാലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. സ്പിരിച്വാലിറ്റി തന്നെ, സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആത്മാവിന് ഉദ്ദേശമല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിന് മറ്റൊരു പേരില്ലാത്തതുകൊണ്ട് ആധ്യാത്മികത ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശാസ്ത്രത്തിനെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഉള്ളതിനെ വെച്ചിട്ട് വേണം നമ്മൾ എങ്ങനെയാണ് എന്റെ മനസ്സിന്റെ അകത്ത് അസ്വസ്ഥത ഉണ്ടാവുന്നത് എന്ന് പഠിക്കാനായിട്ട്. അപ്പൊ അതും കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ദർശനം കൃത്യമാകുന്നത്. മറ്റത് പലതും സങ്കല്പമാണ്. അത് പിന്നീട് കാലം കഴിയുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് പിന്നെ തിരിച്ച് വിഴുങ്ങേണ്ടി വരും. അപ്പൊ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഈ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ നമ്മള് ഈ പറയുന്ന ദൈവങ്ങൾ അവിടെ ഉണ്ട്, ദൈവങ്ങളുടെ ശക്തി കല്ലേൽ കുടിയിരുത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ ആൾക്കാർ എത്ര കോടികളാണ് ദിവസവും പൈസ ഇട്ടുകൊണ്ടിരിക്കുന്നത്, എത്ര കോടികളാണ് അവർ വാരിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പേരും പറഞ്ഞ് തന്നെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നല്ലത് ചെയ്തുകൊണ്ട് ഞങ്ങൾ ബ്രാഹ്മണരായി, നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ മോശമായിട്ടുള്ള ചെയ്തുകൊണ്ട് നിങ്ങൾ ഹീനജാതിക്കാരായി എന്ന് പറഞ്ഞ ഒരു തട്ടുതട്ടായിട്ടുള്ള സിസ്റ്റം തന്നെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നതും അധികാരം കയ്യിലേക്ക് പിടിക്കുന്നതും ഈ പറയുന്ന വർഗീയത ഉണ്ടാക്കുന്നതും യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നതും അലമ്പുണ്ടാക്കുന്നതും ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം ഈ പറയുന്ന തെറ്റായ കൺസെപ്റ്റുകളെ ആശ്രയിച്ചിട്ടാണ്. നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കാൻ മനസ്സിലാക്കി പഠിച്ചിരുന്നെങ്കിൽ, ആത്മാവെന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഞാൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നെങ്കിൽ, ഞാൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഞാൻ ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവരനും ഇല്ല. പിന്നെ ഞാൻ ഉണ്ടെന്ന് തിരിച്ചു തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഞാനല്ലാത്തതൊക്കെ ഉണ്ട്, വേറെ ഉണ്ട്. അവൻ വേറെ, എന്റെ വംശം അല്ലാത്ത വംശം, എന്റെ ജനത അല്ലാത്ത ജനത, ഇങ്ങനെ നമുക്ക് മാറി മാറി പോവുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രപഞ്ചത്തിൽ ഒരിക്കലും, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൽ ഒരിക്കലും സാഹോദര്യം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ആത്മാവിനെ അടിസ്ഥാനപ്പെടുത്തി മതങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം, ആത്മാവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉള്ളിടത്തോളം കാലം സാഹോദര്യം എന്ന് പറയുന്ന ഒരു സാധനം ലോകത്തുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ബാബാ സാഹബ് കൃത്യമായിട്ട് ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മളെ കൊണ്ട് ഇത് തന്നെ എടുക്കാൻ പറഞ്ഞത്. കാര്യം ധമ്മത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മളെ നിരീക്ഷിക്കുമ്പോൾ അനിത്യ, ദുഃഖ, അനാത്മ എന്ന് പറയുന്ന യഥാർത്ഥ കണ്ടീഷൻസ് മനസ്സിലാവാൻ മാത്രമാണ് നമുക്ക് മറ്റുള്ളവനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ, മറ്റുള്ളവനെ നമ്മുടെ സഹോദരനായിട്ട് കാണാൻ പറ്റുകയുള്ളൂ. ഈ തെറ്റ് ചെയ്യുന്ന ബ്രാഹ്മണനായാലും തെറ്റ് ചെയ്യുന്ന സവർണനാണെങ്കിൽ പോലും അവൻ തെറ്റാണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അവൻ ഒരിക്കലും അത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അവൻ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ എങ്ങനെ ചെറുക്കേണ്ടെന്നുള്ളത് നമ്മൾ പഠിക്കും. അവന്റെ ആ സിസ്റ്റത്തിൽ നിന്ന്, അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സങ്കല്പത്തിന്റെ ആ ചട്ടക്കൂടി നമ്മൾ പുറത്തു കടക്കണം. ആ പറയുന്ന തട്ടിപ്പുകൾക്ക്, ആ പറയുന്ന ആരാധനകൾക്ക്, ആ പറയുന്ന രീതിയിലുള്ള അധികാരത്തിന്റെ വടംവലികൾക്ക് അതും നമ്മൾ പുറത്തു കടക്കണം. അതിനാണ് നമ്മൾ മറ്റൊരു സോഷ്യൽ ഫിലോസഫിയിലേക്ക് നമ്മൾ മാറണം. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ ഒരു സാഹോദര്യം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഭരണഘടനയിൽ പറയുന്ന സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായി യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൗദ്ധ ദർശനങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അല്ലെങ്കിൽ എപ്പോഴും സെൽഫ് എന്ന് പറയുന്ന, ആത്മാവ് എന്ന് പറയുന്ന വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഫിലോസഫികളിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മറ്റൊരാളെ സഹോദരനായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതെന്നും ഭിന്നതയുണ്ടാകും. നമുക്കും സമാധാനം ഉണ്ടാകത്തില്ല, മറ്റുള്ളവർക്ക് നമ്മൾ സമാധാനം കൊടുക്കില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഇന്നത്തെ ഇതിന്റെ ഈ മരണം, ജന്മം, പുനർജന്മം, കർമ്മം, ബ്രഹ്മം, പരബ്രഹ്മം തുടങ്ങിയ കാര്യങ്ങൾ, തുടങ്ങിയ അബദ്ധ ജടിലങ്ങളായിട്ടുള്ള സങ്കല്പങ്ങളെ പറ്റിയുള്ള ബൗദ്ധരുടെ കാഴ്ചപ്പാട്. അതിന്റെ അകത്ത് തന്നെ തെറ്റായ രീതിയിൽ ബുദ്ധമതത്തിനെ അല്ലെങ്കിൽ ധർമ്മത്തിനെ, ബുദ്ധന്റെ വചനങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുള്ള ആൾക്കാർ ഇതിനകത്തും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവർക്കും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അവരും തെറ്റായിട്ട് ഒത്തിരിയേറെ സങ്കല്പങ്ങളുമായിട്ട് പേര് നടക്കുന്ന ആൾക്കാർ ഈ പറയുന്നതിനകത്ത് പോലും ഉണ്ട്.
ജന്മത്തെ പറ്റിയും പുനർജന്മത്തെ പറ്റിയും ഒക്കെ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ബൗദ്ധര് തന്നെയുണ്ട്, ബൗദ്ധ ഭിക്ഷുക്കൾ തന്നെയുണ്ട്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇത് നമ്മൾ പെട്ടെന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് സമയം നമുക്ക് ഒരു അരമണിക്കൂർ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഒരു അരമണിക്കൂർ നമുക്ക് എടുക്കാം. ഒരു അരമണിക്കൂർ നമുക്ക് എടുത്ത് നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പ്രാക്ടീസിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും പറ്റുന്നെങ്കിൽ നേരെ ഇരിക്കാൻ പറ്റുന്നവർക്കൊക്കെ നേരെ തന്നെ ഇരിക്കാൻ നോക്കുക. ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ശാന്തമായിട്ട് ശരീരത്തിന്റെ തോളുകളും ഒക്കെ ഒട്ടും ബലം കൊടുക്കാതെ, കാര്യം അങ്ങനെ നമ്മൾ ബലം പിടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യും, നമ്മൾ സബ് കോൺഷ്യസിലേക്ക് പോകത്തില്ല. അതുകൊണ്ട് ശരീരത്തിനൊക്കെ മാക്സിമം എല്ലാ സ്ഥലങ്ങളിലും ഫ്രീ ആക്കി നിർത്തിക്കൊണ്ടിട്ട് ഇരിക്കാൻ പറ്റുന്നവർ നേരെ തന്നെ ഇരിക്കുക. ഏതെങ്കിലും കാരണവശാൽ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക. എന്നിട്ട് ഞാൻ അടുത്തൊരു അരമണിക്കൂറിൽ ഞാൻ നിങ്ങളൊന്ന് ഗൈഡ് ചെയ്യാം എങ്ങനെയാണ് ആദ്യമേ നമ്മുടെ ധ്യാനം തുടങ്ങേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ഇത് ആദ്യത്തെ ഈ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങാൻ നമുക്ക് ആവത്തില്ല. കാര്യം നമ്മുടെ മനസ്സ് കോൺഷ്യസ് മൈൻഡായിട്ട് ഇങ്ങനെ ശീലിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ്. അതിനെ ആദ്യം ഒന്ന് പരിധിയിൽ നിർത്തി നമ്മുടെ ശരീരത്തേക്ക് ഒന്ന് പതുക്കെ കൊണ്ടുവരാൻ തന്നെ നമുക്ക് സമയങ്ങൾ എടുക്കും. കാര്യം നമുക്ക് മനസ്സിന് അങ്ങനെ ഒരു ശീലമായിട്ടില്ല. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അത് ആദ്യമേ മനസ്സിലാക്കിക്കോണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അഥവാ നമ്മുടെ മനസ്സ് ഓടിപ്പോയാലും അതിനെ നമ്മൾ ഇറിറ്റേഷൻ, എന്റെ മനസ്സ് നിൽക്കുന്നില്ലല്ലോ, എനിക്ക് ഒരിടത്ത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചാൽ പിന്നെയും കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യും. അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ അതിനോട് നമ്മൾ ഇറിറ്റേഷൻ കാണിക്കാതെ ഇതെന്റെ മനസ്സിന്റെ സ്വാഭാവികമായ ഇതുവരെയുള്ള സ്വഭാവമാണ്, അല്ലെങ്കിൽ സ്വഭാവ രീതിയാണ്, ശീലമാണ് എന്ന് മനസ്സിലാക്കി പിന്നെയും തിരിച്ച് നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ഈ ശ്വാസത്തിന് അങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അത് ഞാൻ പറയാം. അപ്പൊ അത് ഒരിക്കലും ഇറിറ്റേഷൻ കാണിക്കരുത്. ഇതിനകത്ത് പിന്നെ നമ്മൾ ഡൗട്ട്, ഞാൻ ആദ്യം പറഞ്ഞ 4-5 കാരണങ്ങളുണ്ട് ഇതിനെ നമ്മുടെ ഉള്ളിലേക്കുള്ള ആ ഒരു യാത്ര തടസ്സപ്പെടുത്താൻ. 4-5 കാരണങ്ങളുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് ലെവലിലേക്ക് ഇറങ്ങി നമ്മുടെ ബോഡിയിലുള്ള സെൻസേഷനെ അറിയുക എന്നുള്ളതാണ്. നമുക്ക് അവിടെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. ആ യാത്രയെ തടസ്സപ്പെടുത്തുന്ന 4-5 കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തിനോടുള്ളെങ്കിലും ഇഷ്ടം തോന്നുക, ഉടനെ അതിന്റെ പുറകെ ചെന്ന് മനസ്സ് പോവുക. ഇഷ്ടമില്ലായ്മ, ദേഷ്യമോ അനിഷ്ടമോ മനസ്സിൽ ചോദിക്കുക, അതിനകത്തോട്ട് നമ്മൾ പോവുക. മറ്റെന്തെങ്കിലും പുറത്തു നിന്നുള്ള ഡിസ്ട്രാക്ഷൻ വരിക, ഒരു ഒച്ച കേൾക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വരിക, അതിലേക്ക് നമ്മുടെ മനസ്സ് പോവുക. അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം വരിക, അല്ലെങ്കിൽ നമ്മൾ ഉറക്കം തൂങ്ങി പോവുക. അപ്പോഴും നമ്മളുടെ ഈ ഒബ്സർവേഷൻ നടക്കത്തില്ല. പിന്നെ ഇതിനെപ്പറ്റി ഡൗട്ട് അടിക്കുക, ഇതിനെപ്പറ്റി വേണ്ടാത്ത ചിന്തകൾ വിചാരിക്കുക, ഇറിറ്റേഷൻ കാണിക്കുക. ഇതെല്ലാം വരുമ്പം കോൺഷ്യസ് മൈൻഡിന്റെ അവിടെ തന്നെ നമ്മൾ പിന്നെ അവിടെ തന്നെ കിടന്ന് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വേണ്ടത് കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനങ്ങളെ പതുക്കെ പതുക്കെ മന്ദഗതിയിലാക്കി നമ്മുടെ അതിനെല്ലാം നമ്മളൊന്ന് ഒതുക്കി നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുക. ഞാനൊരു ചെറിയൊരു ബെല്ല് ഫോണിൽ അടിക്കാം. അത് അടിക്കുമ്പം നമുക്ക് നമ്മുടെ ഇത് തുടങ്ങാം, നമ്മുടെ മെഡിറ്റേഷൻ തുടങ്ങാം. അതിനുശേഷം ഞാനത് തീരുന്ന സമയത്ത് ഞാൻ ഒരു ബെല്ലടിക്കാം. അപ്പൊ ഒരു 3 ഒരു ഡൗട്ട് ഏത് പൊസിഷനിലാണ് ഇരിക്കണ്ടേ, എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ഉറക്കം വരാത്ത രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് എവിടെ വേണേ ഇരിക്കാം. ഉറക്കം വരാത്ത രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് എവിടെ വേണേ ഇങ്ങനെ ഇരിക്കാം. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പതുക്കെ സാവധാനം, ബലം ഒന്നും പിടിക്കാതെ നമ്മുടെ കണ്ണ് പതുക്കെ അടയ്ക്കുക. മുറുക്കി അടയ്ക്കണ്ട, പതുക്കെ അടയ്ക്കുക. ഇരിക്കുന്നത് സുഖമായിട്ടിരിക്കുന്ന ഒരു പൊസിഷനിൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ആദ്യം വേണമെങ്കിൽ 2-3 തവണ ഒന്ന് ബ്രീത്ത് എടുത്ത് മനസ്സിനെ ഒന്ന് കൂളാക്കുക.
ഒന്ന് ഡീപ്പായിട്ടൊന്ന് ബ്രീത്ത് എടുക്കുക. ഒരു 3 തവണ അതൊക്കെ ഡീപ്പായിട്ട് ബ്രീത്ത് എടുത്ത് അതൊക്കെ ഒന്ന് വിടുക. അത് നമ്മുടെ ഫോക്കസിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ മൊത്തത്തിലുള്ള ഒന്ന് ഒരു 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 പിരിമുറുക്കം ഒന്ന് അയക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിനുശേഷം നമ്മുടെ അറ്റൻഷനെ ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് തിരിച്ചു വെക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. അതിന് നമ്മൾ നമ്മുടെ ശ്വാസത്തിനെയാണ് നമ്മൾ ഉപാധിയാക്കുന്നത്. മനസ്സ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നമ്മുടെ അറ്റൻഷനെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നമ്മുടെ മൂക്ക്, നമ്മുടെ മേൽചുണ്ട്, ആ മേൽചുണ്ടിന് മുകളിലുള്ള നമ്മുടെ ആണുങ്ങളാണെങ്കിൽ മീശയുടെ ആ ഭാഗം, പിന്നെ മൂക്കിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ഭാഗം, ഈ ഒരു ത്രികോണ ആകൃതിയിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ നമ്മുടെ നമ്മുടെ ഫോക്കസ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ ശ്വാസം പോകുന്നത് എങ്ങനെയാണ്? സ്വാഭാവികമായിട്ട് പോയിക്കോട്ടെ, അത് ഏത് സ്പീഡിലായിക്കോട്ടെ, ഏത് താളത്തിലായിക്കോട്ടെ, ഒരു മൂക്കിക്കടി ആയിക്കോട്ടെ, 2 മൂക്കിക്കടി ആയിക്കോട്ടെ, എങ്ങനെയായാലും ശ്വാസം പോകുന്നത് എങ്ങനെയാണെന്നൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ശ്വാസം ഒന്ന് ഉള്ളിലേക്ക് പോകുന്നുണ്ട്, പിന്നെ കുറച്ചു നേരം ഒന്ന് ഉള്ളിൽ നിൽക്കുന്നുണ്ട്, പിന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്, പിന്നെ ഒരു ചെറിയ പോസ് ഉണ്ട്, അത് കഴിഞ്ഞ് വീണ്ടും ശ്വാസം എടുക്കുന്നുണ്ട്, പിന്നെ ഉള്ളിൽ ചെറിയൊരു പോസ് ഉണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്, പിന്നെ ഒരു പോസ് ഉണ്ട്. അങ്ങനെ ശ്വാസം ഉച്ഛ്വാസം, ഇതാണ് നമ്മൾ ആന അപാന സതി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ശ്വാസം ഒരു ചെറിയ നേരിയ തണുപ്പുള്ളതാണ്. പുറത്തേക്ക് വരുന്ന ശ്വാസം ഉള്ളിൽ നിന്നുള്ള ചൂട് വഹിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഇച്ചിരി ചൂട് കാണുക. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഉള്ളിലേക്ക് പോകുന്ന ശ്വാസം നമ്മുടെ മൂക്കിന്റെ അറ്റത്തുള്ള ആ ദ്വാരങ്ങളിൽ സ്പർശിച്ചാണ് ഉള്ളിലേക്ക് പോകുന്നത്. അപ്പം ശ്വാസം അകത്തൂടെ മൂക്കിലൂടെ അകത്തോട്ട് പോകുമ്പോൾ തന്നെ ഒരു സ്പർശനം, ഒരു 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 ടച്ചിങ് വരുന്നുണ്ട്, നമുക്കത് അറിയാൻ പറ്റും. അതുപോലെ തിരിച്ചു പോകുമ്പോഴും അത് സ്പർശിക്കുന്നുണ്ട്. പിന്നെ ശ്വാസം എടുക്കുമ്പോൾ ചെറിയൊരു ശബ്ദം, അത് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം, ഉള്ളിലേക്ക് ശ്വാസം എടുക്കുമ്പോഴും പുറത്തേക്ക് ശ്വാസം പോകുമ്പോഴും ഒക്കെ നേരിയൊരു ശബ്ദം ഉണ്ടാവുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ ഒന്ന് കുറച്ചു നേരം കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇതിനിടയ്ക്ക് നമ്മുടെ മനസ്സ് 100 സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകും. കുറെ നേരം ഓടിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും പലപ്പോഴും നമുക്ക് മനസ്സിലാവുക, എൻ്റെ മനസ്സ് ഇത്ര നേരം കിടന്ന് ഓടിയല്ലോ. അത് സാരമില്ല. എപ്പോഴാണോ നിങ്ങൾ തിരിച്ചറിയണത് ആ സമയത്ത് പിന്നെയും തിരിച്ച് ഈ ഒരു നിരീക്ഷണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അപ്പൊ ശ്വാസത്തിന്റെ ഗതി, ശ്വാസത്തിന്റെ ശബ്ദം, ശ്വാസത്തിന്റെ ചൂട്, തണുപ്പ്, ഇതെല്ലാം ഒന്ന് നിങ്ങൾ നിരീക്ഷിക്കുക. അവസാനിക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ ബെല്ല് തരും, ഇടയ്ക്കിടയ്ക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. ചിലപ്പോൾ ചിലർക്ക് ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തോന്നുകയാണെങ്കിൽ ആ ഉറക്കം വരുന്നതിനെ പറ്റി ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് പിന്നെ തിരിച്ച് ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. അതിനെ ഒന്ന് നിരീക്ഷിച്ചാൽ മതി. ഏത് കാര്യമാണോ നമ്മൾ അതിനെ നിരീക്ഷിക്കുന്നത്, അതിന്റെ ശക്തി കുറയും.
മനസ്സ് പതുക്കെ പതുക്കെ മന്ദഗതിയിലാവും. അതിൻ്റെ ഓട്ടമൊക്കെ തനിയെ കുറഞ്ഞോളും. പക്ഷെ അതിന് കുറച്ച് സമയം കൊടുക്കണം. പല പല ചിന്തകൾ കടന്നു വരാം. അതിനെ തൽക്കാലം ഇപ്പം ഗൗനിക്കേണ്ട. തിരിച്ച് ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. നമ്മൾ ഈ ചെയ്യുന്നത് നമ്മുടെ മനസ്സിന്റെ കോൺഷ്യസ് പ്രവർത്തനങ്ങളെ ഒന്ന് ഒതുക്കാനാണ്. ഒതുക്കാൻ നമുക്ക് മറ്റൊരു സംഗതി വേണം. അതുകൊണ്ടാണ് നമ്മൾ ശ്വാസത്തിനെ ഉപയോഗിക്കുന്നത്. ആ കോൺഷ്യസ് പ്രവർത്തനങ്ങൾ ഒന്ന് ഒതുങ്ങിയാൽ മാത്രമേ മനസ്സ് സബ് കോൺഷ്യസിലേക്ക് ഇറങ്ങുകയുള്ളൂ. ഈ പല ചിന്തയിലേക്കുള്ള നമ്മുടെ മനസ്സിന്റെ ഓട്ടം എന്ന് പറയുന്നത് അതിന്റെ കോൺഷ്യസ് ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റിനെ ഒന്ന് പതുക്കെ പതുക്കെ നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവരണം. രാത്രി സമയം ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പലർക്കും ഉറക്കം വരുന്നുണ്ടാവും. എങ്കിലും ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് അറിയാതെ ദീർഘശ്വാസമൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. മനസ്സ് മന്ദഗതിയിലാവുന്നതോടുകൂടി ശ്വാസവും പതുക്കെ പതുക്കെ മന്ദഗതിയിലാവും.
ശ്വാസത്തിൻ്റെ ചെറിയ ശബ്ദം നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റും. നല്ല ഫോക്കസ് ഉണ്ടാകുമ്പോൾ ഉള്ളിലേക്ക് കയറുന്ന ശ്വാസത്തിന് ചെറിയൊരു നേരിയ ശബ്ദം ഉണ്ടാവും, പുറത്തേക്ക് വരുന്ന ശ്വാസത്തിന് നേരിയ ശബ്ദം ഉണ്ടാവും, അകത്തേക്ക് പോരുന്ന ശ്വാസം നേരിയ തണുപ്പുണ്ടാവും. അത് മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ തൊട്ട് അകത്തേക്ക് പോകുന്നത് നമുക്കറിയാൻ പറ്റും. പുറത്തേക്ക് വരുന്ന ശ്വാസം ചെറിയൊരു ചൂടോടുകൂടി ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരുന്നത് അറിയാൻ പറ്റും. ശരീരത്തിൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചില വേദനയോ ചൊറിച്ചിലോ ഒക്കെ ചിലപ്പോൾ ചില സമയത്തൊക്കെ തോന്നാം. അതൊക്കെ നമ്മുടെ ഡിസ്ട്രാക്ഷനാണ്. നമ്മളിപ്പോൾ നമ്മുടെ അറ്റൻഷൻ ശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുവരിക. ചിന്തകളിലേക്ക് പോവുകയാണെങ്കിലും ശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. നമ്മുടെ തോളൊക്കെ എപ്പോഴും ഫ്രീ ആയിരിക്കണം. ഒട്ടും അവിടെ പ്രഷർ ഇടാൻ പാടില്ല. കൈയൊക്കെ ഫ്രീ ആയിട്ടിരിക്കണം. നമുക്ക് ചിലപ്പോൾ കണ്ണിൻ്റെ അകത്ത് ചില പ്രകാശമോ വെളിച്ചമോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നാം. അതിനെ ഒന്നും മൈൻഡ് ചെയ്യണ്ട. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ബ്രെയിനിൻ്റെ ചില പ്രവർത്തനങ്ങൾ മാത്രമാണ്. അത് പലർക്കും പല രീതിയിലായിരിക്കും. ചിലർക്കൊന്നും തോന്നത്തില്ല. അതൊക്കെ സ്വാഭാവികമാണ്. നമ്മളതിനെ ഒന്നും മൈൻഡ് ചെയ്യണ്ട. ഇത് കുറച്ച് ദിവസങ്ങൾ കൊണ്ടേ നമുക്ക് നല്ല പ്രാക്ടീസിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതിനുശേഷമാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സബ് കോൺഷ്യസിലേക്ക് പോകാൻ പറ്റുകയും സെൻസേഷൻ അറിയാൻ പറ്റുകയും ചെയ്യും. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് മനസ്സിനെ ഒന്ന് പഠിപ്പിച്ചെടുക്കുന്നതിന് വരെയുള്ള ഏത് കാര്യവും നമ്മൾ പുതുതായിട്ട് പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാലതാമസം അത്രേ ഉള്ളൂ.
നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിനകത്ത് ഒന്നും കൗണ്ട് ചെയ്യുകയോ മന്ത്രം ചൊല്ലുകയോ ജപിക്കുകയോ ഒന്നും ചെയ്യരുത്. ജസ്റ്റ് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുക ചെയ്യേണ്ടത്. നമ്മുടെ അറ്റൻഷൻ നമ്മൾ അതിലേക്ക് മാറ്റുക ചെയ്യേണ്ടത്. നമ്മൾ എന്തെങ്കിലും ബ്രെയിൻ കൊണ്ട് പുതിയ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോയാൽ പിന്നെയും മനസ്സ് കോൺഷ്യസ് മൈൻഡിൽ കിടന്ന് കളിക്കും. അപ്പം നമുക്കൊരിക്കലും പിന്നീട് സബ് കോൺഷ്യസിലേക്ക് നമുക്ക് പോകാൻ പറ്റാതെ വരും. നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ മനസ്സ് എന്തുമാത്രം കാര്യങ്ങളിലാണ് നമ്മുടെ മനസ്സ് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. പല 100 കൂട്ടം കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകും. ഏറ്റവും കൂടുതൽ അലട്ടുന്ന കാര്യങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ മനസ്സിൽ നിന്ന് നിൽക്കുന്നത്. അതിൽ നിന്ന് പിന്നെയും പിടിച്ച് പതുക്കെ വലിച്ച് നമ്മൾ ശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. ശ്വാസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ചിന്തകളിൽ നമ്മൾ കട്ടാവും. ചില ചിന്തകൾ ഭാവിയെ പറ്റിയായിരിക്കും, ചില ചിന്തകൾ പാസ്റ്റിനെ പറ്റിയായിരിക്കും. പക്ഷെ ശ്വാസത്തിലേക്ക് വരുമ്പോൾ ഈ ചിന്തകളെല്ലാം കട്ടായിട്ട് നമ്മൾ പ്രസന്റിലേക്ക് വരും. നമ്മുടെ ശരീരത്തിലെ തന്നെയുള്ള ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ വരും. അതോടൊപ്പം മനസ്സിന്റെ കോൺഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ കുറയുകയും ചെയ്യും. ശ്വാസം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ, മന്ദഗതിയിലാവുന്നുണ്ടെങ്കിൽ മൂക്കിന്റെ അറ്റഭാഗത്തേക്ക്, ആ നോസ്ട്രിൽസ്, അതായത് നാസാദ്വാരങ്ങളുടെ ആ ഭാഗത്തേക്ക് നമ്മുടെ ഫോക്കസിനെ ഒന്നുകൂടെ ചുരുക്കുക. അപ്പൊ ശ്വാസം കയറി ഇറങ്ങുന്നത്, അതിന്റെ ചൂട്, തണുപ്പ്, അതിന്റെ സ്പീഡ്, അതിന്റെ ശബ്ദം, ആ ശ്വാസം തിരിച്ച് നമ്മുടെ മേൽചുണ്ടിൽ വന്ന് പതുക്കെ തട്ടുന്നതും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഫോക്കസ് സ്ട്രോങ് ആവുന്നതോടുകൂടി ആ ചെറിയ ചെറിയ സ്പർശനം കൂടെ നമുക്ക് കൂടുതൽ ക്ലിയർ ആയി തുടങ്ങും.
ഇപ്പം നമ്മൾ ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ ശരീരം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മുടെ ബ്രെയിനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, മൈൻഡും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ മുഴുവൻ ഈ പ്രകൃതിയാണ്, പ്രപഞ്ചമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മുടെ മനസ്സിന്റെ ശീലത്തിന്റെ ആ ഒരു സ്വഭാവം കൊണ്ടാണ് മനസ്സിങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യത്തെ ദിവസത്തെ പ്രാക്ടീസ് ആയതുകൊണ്ട് തന്നെ ചിന്തകളിലേക്ക് ഓടിപ്പോകുന്ന മനസ്സിനെ പിടിച്ചു വലിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയായിരിക്കും നിങ്ങൾ കൂടുതൽ സമയം ചെയ്യുന്നത്. അതൊന്ന് കുറച്ചൊന്ന് ഒതുങ്ങി കുറയുമ്പോഴാണ് കൂടുതലായിട്ടും ഫോക്കസ് കൂടി കൂടി കിട്ടി തുടങ്ങുക. കെട്ട് പൊട്ടിച്ചോടുന്ന ഒരു കുതിരക്കുട്ടിയെ അല്ലെങ്കിൽ ഒരു പശുക്കുട്ടിയെ നമ്മൾ പിന്നെയും പിന്നെയും തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയെ നമ്മൾ പിടിച്ച് കൊണ്ടുവരുന്നത് പോലെ നമുക്ക് മനസ്സിൽ പതുക്കെ പതുക്കെ പിന്നെയും പിന്നെയും ശ്വാസം എന്ന് പറയുന്ന ആ കുറ്റിയിലേക്ക് നമ്മൾ തിരിച്ചു പിടിച്ച് പിന്നെയും കെട്ടിക്കൊണ്ട് വരണം.
നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ വേദനയോ കഴിക്കലോ ബുദ്ധിമുട്ടോ പെയിനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ മനസ്സ് ശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുവരണം. അതൊക്കെ ചില ഡിസ്ട്രാക്ഷൻസ് ആണ്. ഇനി എല്ലാവർക്കും പതുക്കെ കൈയൊന്ന് പരസ്പരം ഒന്ന് കൂട്ടി തിരുമ്മി ചെറിയായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മുഖത്ത് ഒന്ന് മൊത്തത്തോടു കൂടി ഒന്ന് വൈപ്പ് ചെയ്തിട്ട് കണ്ണു തുറക്കാം. അത് നമുക്കിപ്പോ ഇവിടെ ആ ഒരു ഫസ്റ്റ് നമ്മുടെ ഒബ്സർവേഷന്റെ ഒരു രീതിയാണ് ഇപ്പം നമ്മളിവിടെ കാണിച്ചത്. അപ്പൊ അത് ഇപ്പൊ നമ്മൾ പലരും ചിലപ്പോൾ ആദ്യത്തെ ഒരു ദിവസം ആയതുകൊണ്ട് നമ്മുടെ ചിന്ത അവിടെയൊക്കെ പോയിട്ടുണ്ടാവും, നമുക്ക് ഫോക്കസ് ഉണ്ടായിട്ടുണ്ടാവത്തില്ല, 100 കൂട്ടം കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്, നമുക്ക് മനസ്സിനകത്ത് അങ്ങനെ തുടക്കത്തിൽ അങ്ങനെ ഉണ്ടാവും. പതുക്കെ പോകെയാണ് നമുക്ക് നമ്മുടെ ഫോക്കസ് കൂടി വരികയും നമ്മുടെ സെൻസേഷൻസ് കിട്ടി തുടങ്ങുകയും ശരീരത്തിലെ സെൻസേഷൻസ് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലായി തുടങ്ങുകയും ചെയ്യുന്നത്. അതായത് നമ്മുടെ മനസ്സ് ഫോക്കസ് ആയി തുടങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയം വരും. അതിന് കുറച്ച് ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഈ ഒരു സാർ ഒരു ഡൗട്ട് ആ സാർ ഒരു ഡൗട്ട് ആ
ഇപ്പൊ ഈ ഇരിക്കുന്ന പൊസിഷൻ അല്ലാതെ ആ നമുക്ക് പായ് വിരിച്ച് നല്ല കംഫർട്ടായിട്ട് ഇരുന്ന് കുറച്ചുകൂടെ ഇതാവില്ല, അതല്ലേ എന്റെ ഒരു ഇപ്പൊ അഭിപ്രായം. എങ്ങനെ വേണേലും ഇരിക്കാം, എങ്ങനെ വേണേലും ഇരിക്കാം, ആർക്ക് എങ്ങനെയാണ് അല്ല, കംഫർട്ടബിൾ. തുടങ്ങുന്ന സാറ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ആയിരിക്കും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ. കാരണം ഈ കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കില്ലേ സാറ് അത് തുടങ്ങുമ്പോൾ പറഞ്ഞു. അതെ അതെ, ഞാൻ ഇരിക്കുന്നോ പറഞ്ഞതാണ് ഇരിക്കുന്നു. കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് പൊസിഷനിലും ഇരിക്കാം, പക്ഷെ ഉറങ്ങിപ്പോകരുത്. ഓക്കെ ഉറങ്ങിപ്പോകരുത് ഓക്കെ. എന്നുള്ളതാണ് നമ്മുടെ ഇതിനകത്തൊരു കാര്യം. അത് നമ്മൾ ചാഞ്ഞു കിടക്കുകയോ ചെരിഞ്ഞു കിടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് അറിയാതെ നമ്മൾ സ്ലീപ്പിലേക്ക് സ്ലീപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരിക്കലും ഒബ്സർവേഷൻ നടക്കത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അല്ലല്ല, ഫ്രീ സ്പേസിൽ താഴെ വിരിച്ചിട്ട് പായ വിരിച്ചിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ കുറച്ചുകൂടെ കംഫർട്ട്. ഈ കസേറിൽ ഇരുന്ന് തന്നെ ഗൂഗിൾ മീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇരുന്ന് തുടങ്ങുമ്പോൾ ചില സമയം അങ്ങനെ ഒരു ഇത് വരും. കാരണം ഇത് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടാ. അത് അങ്ങനെയാണെങ്കിൽ ആ ദിവസം നമ്മളിപ്പോ ഇനിയിപ്പോ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാവിലെയും വൈകിട്ടും ഒരു ½ മിനിമം ഒരു ½ എങ്കിലും നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അടുത്ത ക്ലാസ് വരെ ഒരാഴ്ചത്തേക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഓർക്കുക. എന്നിട്ട് ആ ഒരു വീക്ക് ആവുമ്പോഴത്തേക്ക് ഏറെക്കുറെ നിങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങള് സെൻസേഷൻസ്, ഈ കൈയുടെ ഉള്ളം കൈയും കാലിന്റെ ഉള്ളം കാലും സെൻസേഷൻസ് പതുക്കെ കിട്ടിത്തുടങ്ങും, കുറച്ചുകൂടെ നോട്ടബിൾ ആയിട്ട് കിട്ടിത്തുടങ്ങും. ഇവിടെയും ഈ മോഹത്തിന്റെ ഇവിടെയും നമ്മുടെ ഈ ചുണ്ടിന്റെ മൂള് വശത്തായിട്ടുള്ള ഭാഗത്തും ഒക്കെ മൂക്കിന്റെ അവിടെയൊക്കെ മൊത്തത്തിൽ കൂടി ഒരു തരിപ്പും ഒരു സെൻസേഷനൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പോ അത് നമുക്ക് അതിന്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അന്നേരത്തേക്ക് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഇതിനകത്ത് ലക്ഷ്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അറ്റൻഷനെ നമ്മുടെ പുറത്തെ കാര്യങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു വെക്കുക, ബോഡിയിലേക്ക് തിരിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ കോൺഷ്യസ് ആക്ടിവിറ്റി കുറച്ച് കൊണ്ടുവരിക മനസ്സ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സ് സബ് കോൺഷ്യസിലേക്ക് പൊക്കോളും. സബ് കോൺഷ്യസിലേക്ക് പോകുമ്പോൾ ബോഡിയുടെ സെൻസേഷൻ തന്നെ കിട്ടുകയുള്ളൂ. കാരണം ബോഡിയുടെ സെൻസേഷന്റെ ലോകത്താണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നത്. അത് തന്നെ അവിടെ കിട്ടും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക നേടാനായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഈ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രവൃത്തി തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ അത് പറയാം. സാറിന്റെ സെഷൻ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്തത്. പക്ഷെ ഭയങ്കര ഹൈലി ഇൻഫോർമേറ്റീവ് ആൻഡ് ഹൈലി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സാറിന്റെ ഹിസ്റ്ററി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒട്ടും ബോധമല്ല. കാരണം കേൾക്കാൻ ഭയങ്കര സമയം പോയത് അറിഞ്ഞില്ല. അത്ര പിടിച്ചിരുത്തി. ഒട്ടും ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അതിന്റെ കൂടെ ഈ പ്രോഗ്രാം വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, ഇൻസ്പയറിംഗ് ആയിരുന്നു. വളരെ താങ്ക്സ്. ബുദ്ധൻ എത്രയും കൃത്യമായിട്ട് ഈ സംഭവങ്ങളെ പറഞ്ഞു വെച്ചിട്ടും ഏതാണ്ട് ഒരു 10 നൂറ്റാണ്ടോളം നമ്മുടെ ഇന്ത്യയിൽ ഈ സാധനം ഏറെക്കുറെ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരുന്നിട്ടും, അതായത് ഞാൻ പറയാം ഒരു 5-ാം നൂറ്റാണ്ടിലെ ബുദ്ധന്റെ കാലം തൊട്ട് 5-ാം നൂറ്റാണ്ട് BC തൊട്ട് 4-ാം നൂറ്റാണ്ടിന്റെ അല്ലെങ്കിൽ ഒരു 5-ാം നൂറ്റാണ്ട് AD വരെ ഏറെക്കുറെ നന്നായിട്ട് വൃത്തിയായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ ഒരു 10 നൂറ്റാണ്ടോളം പോയതിനു ശേഷം പിന്നീട് ഇതിനെ ഏതൊക്കെ രീതിയിൽ ഈ സാധനത്തിനെ ഹൈജാക്ക് ചെയ്യുകയും നശിപ്പിക്കുകയും അത് കുഴിച്ചു മൂടുകയും മുഴുവൻ ഡിസ്റ്റോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇത് എത്ര ഭയങ്കരമായ ഒരു ആസൂത്രിതമായ ഒരു അറ്റാക്ക് ആയിരുന്നു അതിനോടുള്ളതെന്നുള്ളത്. ഇനിയിപ്പോൾ അതിനകത്ത് ഞാൻ നമ്മുടെ ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ക്ലാസ് തൊട്ട് ഇതിന്റെ ചരിത്രവും കൂടെ നമുക്ക് പറയാൻ പറ്റും. ആ ചരിത്രവും കൂടെ പറയുമ്പോൾ അതിന്റെ കൂടെ ഞാൻ എല്ലാ ദിവസവും ഇനി മെഡിറ്റേഷൻ ക്ലാസ്സും ചെയ്യും. ചരിത്രത്തിനെ പറ്റി ആദ്യം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ ചരിത്രത്തെ പറ്റി കൂടെ പറഞ്ഞിട്ട് പിന്നെ ഉള്ള ഒരു അരമണിക്കൂർ നമ്മൾ മെഡിറ്റേഷനുമായിട്ട് നമുക്ക് അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഇനി അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് പോവാം. അപ്പൊ ഈ ചരിത്രത്തെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇതുവരെ നമ്മൾ പഠിച്ചതും അതിനെ അവരെങ്ങനെയൊക്കെയാണ് മാറ്റിയതെന്നും മറിച്ചതെന്നും വക്രീകരിച്ചതെന്നും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പറയും കൃത്യമായിട്ട്. അപ്പൊ നിങ്ങൾ ഇത് ചെയ്തു വരുമ്പോഴത്തേക്ക് പ്രാക്ടീസോടെ ചെയ്തു വരുമ്പോഴത്തേക്ക് എവിടം വരെയാണ് ശരിയായ രീതി, കറക്റ്റ് രീതി, എവിടം തൊട്ടാണ് ഇതിനെ മോശമാക്കുന്നതെന്നും കൂടെ നിങ്ങൾക്ക് സ്വയമായിട്ട് വ്യക്തമായിട്ട് അത് മനസ്സിലാവും. അതുകൊണ്ടാണ് ആദ്യമേ ഈ തിയറി മുഴുവൻ പറയുകയും ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് പറയുകയും അതിനുശേഷം പിന്നീട് പ്രാക്ടീസിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. അതിനുശേഷം മാത്രമേ ഞാൻ ചരിത്രം പറയുന്നുള്ളൂ എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ്. കാര്യം കൺസെപ്റ്റുകൾ എവിടം തൊട്ടാണ് അതിനെ
തെറ്റിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തും കൂടെ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അഷ്ടാംഗ മാർഗത്തിന്റെ ഓർഡർ, ആ ഓർഡർ മാറ്റിയിട്ടുണ്ട്, തെറ്റിച്ചിട്ടുണ്ട് മഹായാനക്കാർ. ആ ഓർഡറിന്റെ അകത്ത് തന്നെ ആ ഓർഡർ തന്നെ തെറ്റിക്കുമ്പോൾ നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഏതാണ് കറക്റ്റ് ഓർഡർ എന്നുള്ളത്. ആ സമയം അത് അറിയാത്ത ഒരാൾക്ക് അത് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് ഇങ്ങനെ നമ്മൾ ഈ ഒരു പാറ്റേണിൽ പോകാമെന്ന് വിചാരിച്ചത്. അപ്പൊ എല്ലാവരും ഞാൻ ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാനിപ്പോ എന്തായാലും വീഡിയോ ഇടുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയിലെ തന്നെ കണ്ടുകൊണ്ടിട്ട് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാം, ഞാൻ പറയണത് കേട്ടോണ്ടിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പ്രാക്ടീസ് അതിന്റെ മെത്തേഡ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ആനപാനസതിയാണ്. ആനപാനസതിയുടെ ശേഷമാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. ഇത് സമതയാണ്. സമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ സമമാക്കുക, കാമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒബ്സർവേഷന് വേണ്ടിയിട്ട് മനസ്സിനെ പ്രിപ്പയർ ചെയ്യുകയാണ്. അതിനുശേഷമാണ് നെക്സ്റ്റ് നമ്മൾ ഇനി ഒബ്സർവേഷൻ വിപස්සനയിലേക്ക് പോകുന്നത്. അപ്പം ആദ്യം സമത കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതുക്കെ വിപස්සനയിലേക്ക് പോകും. വിപස්සനയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മുടെ മൈൻഡിന്റെയും ബോഡിയുടെയും ഒക്കെ ആ രീതികൾ നമ്മൾ ശരിക്കും പരസ്പര ബന്ധം മനസ്സിലാക്കുന്നു. അത് നമ്മൾ പോകെ നമുക്കത് കിട്ടും. അപ്പോൾ ഇത് നിങ്ങളത് കേൾക്കുക. ഒരു ആഴ്ച അടുത്ത ക്ലാസ് വരെ എല്ലാവരും അത് മുടക്കം കൂടാതെ രാവിലെ വൈകിട്ട് ഒരു ഹാഫ് ആൻ അവർ നമ്മുടെ മനസ്സിന് വേണ്ടി നമ്മളൊരു മാറ്റി വെക്കണം. കാര്യം നമ്മൾ ജീവിക്കണത് തന്നെ നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ശരീരത്തിന് എക്സസൈസിന് വേണ്ടി നമ്മൾ ചില സമയം മാറ്റി വെക്കാറുണ്ട്. അതുപോലെ നമ്മുടെ മനസ്സിനെ നന്നാക്കാനും നമ്മൾ ശുദ്ധീകരിക്കാനും കൂടെ നമ്മൾ ഒന്ന് മാറ്റി വെക്കണം. വൺസ് ഇതിന്റെ പ്രാക്ടീസ്, ഇതിന്റെ ആ ടെക്നിക്ക് നിങ്ങൾക്ക് സ്വായത്തമായി കഴിഞ്ഞാൽ, അത് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്വയമായിട്ട് നിങ്ങൾ അതുകൊണ്ട് മുമ്പോട്ട് പോവാം. പിന്നെ ആരുടെ സഹായം ആവശ്യമില്ല. ഇപ്പൊ ഒരു നീന്തൽ പഠിക്കുന്ന പോലെ, സൈക്കിൾ കയറ്റം പഠിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുതിയ കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ ഒരു ചെറിയൊരു ലേണിംഗ് ടൈമാണ്. ആ ലേണിംഗ് കർവ് വൺസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നടത്താൻ മുമ്പോട്ട് പോകാൻ പറ്റും. വൺസ് അതിന്റെ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് കൈ കിട്ടും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് യോഗയിലെ മെഡിറ്റേഷൻ നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് അബ്സോർബ് ചെയ്യിപ്പിച്ച് കളയുകയാണ്. അതായത് അങ്ങ് കുറച്ചു നേരത്തേക്ക് നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക ബലമായിട്ട്. അതല്ല നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മളിവിടെ നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പ്രിപ്പറേഷനാണിത്. ഇതിന് ശേഷം ഇനി അങ്ങോട്ട് വിപാസനയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർക്കാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് നമ്മുടെ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്യുന്നത് ഒരു പ്രോസസ്സാണ്, ഒരു വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ മാത്രമേ ഉള്ളൂ ഇത്. മറ്റേതങ്ങനല്ല. നമ്മൾ ഒരു പുല്ലിന്റെ പുറത്ത് കല്ല് വെക്കുന്ന പോലെയാണ്. അതായത് പുല്ലിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഒരു കല്ലെടുത്ത് വെക്കുകയാണ്, സ്റ്റോൺ എടുത്ത് വെക്കുകയാണ്. കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് ആ സ്റ്റോൺ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് അവിടുത്തെ പുല്ലങ്ങ് ഒതുങ്ങിയിട്ട് അത് ഇതാവാതിരിക്കും. കല്ലെടുത്ത് മാറ്റി കഴിയുമ്പോൾ പിന്നെയും ആ പുല്ല് അവിടെ വളർന്നു വരും, പിന്നെയും വളർന്നു വരും. എന്ന് പറയുന്ന പോലാണ് യോഗയിലെ ഒക്കെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം അവർ കുറച്ചു നേരത്തേക്ക് ബ്രീത്തെ കോൺസെൻട്രേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ശരീരത്തെ കോൺസെൻട്രേറ്റ് ചെയ്തു. കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്പർ പറയാൻ പറയോ, അല്ലെങ്കിൽ ജപിക്കാൻ പറയോ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഫ്രണ്ട് ഇരിക്കുന്ന എന്തെങ്കിലും ഒരു ഇമേജിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയോ, അല്ലെങ്കിൽ ഒരു ബിന്ദുവിൽ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മൈൻഡിനെ കുറച്ചു നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുന്നത്. അവരുടെ പ്രോസസ്സ് തന്നെ ചിത്തവൃത്തി നിരോധമാണ്. അതായത് ചിത്തവൃത്തിയെ, അതായത് മനസ്സിന്റെ ആക്ടിവിറ്റിയെ നിരോധിക്കുക, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ല നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളെ അറിയുക, പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു അപ്രോച്ച് തന്നെ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ അബ്സോർപ്ഷൻ അല്ല, ഇത് ഒബ്സർവേഷൻ മെഡിറ്റേഷൻ ആണെന്ന് രഞ്ജിത്ത് പറഞ്ഞതിന്റെ കാര്യം അതാണ്. അപ്പോൾ വന്നവർക്ക് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.